السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. سورة الأنعام 67. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل نبأ مستقر وسوف تعلمون. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره. وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون. وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع. وإن تعدل كل عدل لا يؤخذ منها. أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് എഴുത്തിക്കാഫിന് നിയ്യത്തോടുകൂടെ റബ്ബിന്റെ പള്ളിയിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും തഖ്വയുള്ള വറഉള്ള ഇഖ്ലാസുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. പ്രത്യേകം ദുആർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മിലും അതുപോലെ മാതാപിതാക്കളിലും ഭാര്യമാരിലും അതുപോലെ ഭർത്താക്കന്മാരിലും മക്കളിലൊക്കെ ഉള്ള ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശിഫ നൽകട്ടെ. അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ ശമനം നൽകട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. ഈമാനോടെ മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. 67 മുതലാണ് നമുക്ക് നടക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
ലികുല്ലി നബഇൻ മുസ്തഖർ വസൗഫ തഅലമൂൻ. ലികുല്ലി നബഇൻ മുസ്തഖർ, എല്ലാ വൃത്താന്തവും അതിനൊക്കെ അത് സാക്ഷാത്കൃതമാകുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം, സ്ഥലം ഒക്കെ വരാനുണ്ട്. ഈ നബഅ് എന്ന് പറഞ്ഞാൽ ഖബർ എന്ന് പറയും, വാർത്തകൾ. അതായത് പരിശുദ്ധ ഖുർആന് ഒരുപാട് വൃത്താന്തങ്ങൾ, ഏറ്റവും നല്ല വാർത്തകൾ ഒരുപാട് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ അതിനാണല്ലോ വരാൻ പോകുന്ന ഒരു ദുരന്തം, അതിനെപ്പറ്റി ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് വരുന്ന ഉറപ്പുള്ളവർക്ക് അന്ന് രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ ഒരു തേടും. ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ വൈറസ് വരുന്നു എന്ന് പറഞ്ഞാല് അപ്പോ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കും, കാരണം നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന് ഇന്ന മുൻകരുതലുകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കും. ശ്വാസം കിട്ടാതെ മരിക്കുന്നൊരവസ്ഥ, ആളുകൾ കണ്ട് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ, നേരത്തെ കൊറോണ വൈറസ് ഒക്കെ വന്നപ്പോൾ ഉള്ള പോലെ. അപ്പൊ നമ്മൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ സ്വീകരിക്കും, കാരണം അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ പലതും വന്നിട്ടുണ്ട്. അതിശക്തമായ കൊടുങ്കാറ്റ് വരാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അറിയുകയാണെങ്കിൽ അപ്പൊ അതിന്റെ മുൻകരുതൽ നമ്മൾ സ്വീകരിക്കും. ഭൂകമ്പത്തിന്റെ ഒരു മുന്നറിയിപ്പ് നമ്മൾ കിട്ടുകയാണെങ്കിൽ വന്നതിന് ശേഷം അതിന്റെ തോത് പറഞ്ഞിട്ട് കാര്യമില്ല, അളവ് പറഞ്ഞിട്ട് കാര്യമില്ല, വരേണ്ടതിന് മുമ്പ് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും. എന്നതുപോലെ ഒരു പരലോകം വരാനുണ്ട്, അവിടെ നരകമുണ്ട്, അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അള്ളാന്റെ ശിക്ഷയുടെ വ്യത്യസ്തമായ രീതികൾ, അവന്റെ ഹിസാബ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ഇതാണ് ഇപ്പൊ വൃത്താന്തം എന്ന് പറയുന്നത്. അതിൽ വിശ്വാസമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി വിശ്വാസികൾ തന്നെ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തവരുണ്ട്. പക്ഷേ അത് സാക്ഷാത്കൃതമാകുന്ന ഒരു സന്ദർഭം വരാണ്ട്, എന്തായിരുന്നാലും വരും. എല്ലാവർക്കും അത് ബോധ്യം വരുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഖിയാമത്ത് നാൾ വരും, അത്തരം ഒരു സന്ദർഭം വരും. അതാണ് പിന്നെ അതിന്റെ ശേഷം ഒരു ഞെട്ടിക്കലും കൂടിയുണ്ട്, ചെറിയ ആയത്താണെങ്കിലും. വസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾ അറിയും. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ വഴിയെ അറിയുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോ കാണാൻ പോകുന്ന ഒരു പൂരം, അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതൽ പറയണ്ടെന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു നിലക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്തവരെ നമ്മൾ വടി തൊടുത്ത് ഓല് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങളെ കടമ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എത്തിച്ചു കൊടുത്തോളൂ. ഇത് അംഗീകരിക്കാത്ത ആളുകൾക്ക് അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കും. അതാണ് വഴിയെ കാണും. എല്ലാം അങ്ങനെ തന്നെ, നല്ലതും അങ്ങനെ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാരണം അല്ലാഹു തആല ചില ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്, അല്ലേ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാരണം അല്ലാഹു ചില ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത ചില നല്ല പ്രവർത്തനങ്ങളെ കൊച്ചാക്കാൻ ശ്രമിച്ചു, ചെറുതാക്കാൻ ശ്രമിച്ചു. അപ്പൊ അല്ലാഹു തആല അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്ന എന്താണ്? വലസൗഫ യർളാ, വഴിയെ തൃപ്തിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ, അതായത് അതൊക്കെ അനുഭവിക്കും. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്ത ആ സുഹൃതത്തിന് അദ്ദേഹത്തിന് വലിയ പ്രതിഫലം ലഭിക്കും. അവിടെ പറഞ്ഞ വലസൗഫ യർളാ, വഴിയെ വരാൻ പോകുന്ന ഒരു സംഗതിയാണത്. അദ്ദേഹം തൃപ്തിപ്പെടും, നല്ല പ്രതിഫലമാണ് കിട്ടുക. ആളുകൾ എന്തേലും പറഞ്ഞോട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ രണ്ട് രീതിയിലാണ്. ഇവിടെ മോശപ്പെട്ടവർക്കാണ്, അവിടെ നല്ലവർക്കാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു, ഇനി പറയാൻ പോകണ്ടെന്ന് അറിയാം, ഇനി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അള്ളാഹുവിന്റെ ഖുർആനിനെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹിന്റെ വിശുദ്ധ ദീനിനെ, അള്ളാഹുവിനെ ഒക്കെ പരിഹാസ രൂപത്തിൽ ആരെങ്കിലൊക്കെ പറയാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സാഹസുകളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. സാഹസുകളാകട്ടെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മളിങ്ങനെ
ഒക്കെ ഒന്ന് കൂടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. പണ്ട് സഹബിമാരോട് നബി തങ്ങൾ വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങ് ചില കാര്യങ്ങളൊക്കെ പറയാണ്ട് നബിയെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിന്നോളൂ, വഴിയോരങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ യാത്രക്കാർക്ക് മറ്റോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകരുത്. നിങ്ങളെ നോട്ടത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം, കണ്ണിനെല്ലാം ശ്രദ്ധിക്കണം. പല ആൾക്കാരും പോവും, സ്ത്രീകളടക്കം പോവും, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ആ സംസാരിക്കുമ്പോൾ നന്മ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കൊടുത്തിട്ട് അതിലൊക്കെ കുറേ ഡിമാൻഡുകൾ വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈർ അവിടെ നിന്ന് നിൽക്കാതെ പോലാണ്. നമുക്ക് കൂടാ കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നല്ല കാര്യങ്ങളൊക്കെ പറയാം. അതേ സമയത്ത് അള്ളാഹിന്റെ തിരുദൂതരെ, ദീനിനെ, ഖുർആനിനെ, അള്ളാഹുവിനെ, ഈ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനെ പരിഹസിക്കുന്ന അത് നമ്മൾ കേട്ടാല് ഒരിക്കലും അത് സാഗൂതം വീക്ഷിച്ച് നമ്മൾ നിൽക്കരുത്, പിന്മാറണം അവിടെ. അല്ലെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നിന്ന് കൊടുത്താല് ഒരു കേൾക്കണം, അതിനെന്നെ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് എന്നുള്ള രൂപത്തിൽ ഇങ്ങോട്ട് നമ്മളങ്ങനെ അവിടെ അന്തം വിട്ട് നിൽക്കുക. ഓരങ്ങനെ പറയാം, നമ്മളറിയല്ലോ ചെറിയ തോളിലിട്ടിക്കുക എന്നൊക്കെ പറയല്ലോ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ നമ്മളിങ്ങനെ ഒരു കഥയില്ലാതെ ഒക്കെ കേട്ട് ഇനി അതേപോലെയാണ് പണ്ടൊക്കെ അങ്ങനെ നേരെ പറച്ചില്ല. ഇന്നിപ്പോ നമുക്ക് ഇപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഓരോരുത്തരും ഒരു വിവരവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ദീനിനെ പരിഹസിക്കുമ്പോൾ, ദീനിന്റെ അഹലുകാരെ പരിഹസിക്കുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യാൻ പോണ്ട. ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ പലതും പറയും, ഒരടിസ്ഥാനം ഇല്ലാതെ ഒരു പറയും, യാതൊരു കഴമ്പും ഉണ്ടാവില്ല. അങ്ങനെ പറയുന്ന സമയത്ത് ആ പരിഹസിക്കുന്നതിന് നമ്മൾ താങ്ങാനോ, ഇന്നിപ്പോ വലിയൊരു തെറ്റന്തരങ്ങൾ ഷെയർ ചെയ്യും. കേട്ടില്ലേ, ഇസ്ലാമിനെ പറ്റിയുള്ള ഈ പറയണ്ടേ, അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായത്. അത് അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും, നമ്മളെ ഭാര്യമാർക്കൊക്കെ, ഭാര്യമാരോടെ ഉണ്ടെന്ന് പറയരുത്, അതൊന്നും ഷെയർ ചെയ്യണ്ട, അതും പറയരുത്. നമ്മളിപ്പോൾ ഇതുപോലെ വെച്ചാൽ പിന്നെ പള്ളി കമ്മിറ്റിൻ്റെ ഒരു യോഗം ചേർന്നാൽ അത് 20 ആൾക്കാരാണെങ്കിൽ ഇപ്പം തൽക്കാലം നമ്മൾ പുറത്താരോടും പറയണ്ട, ഉസ്താദിനെ ഒഴിവാക്കാനുള്ള വിഷയക്കാരം ഒരു മസല ഇപ്പം ആരും അത് പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ട ഒരാൾ അന്ന് തന്നെ പെണ്ണുങ്ങളോട് അറിയും, മൂലര് പോട്ടോ പറഞ്ഞൊരു പറഞ്ഞാലാണ്, ആരോടും പറയണ്ടാന്നാണ്, പോയി വിഷയം പറയണ്ടാന്നാണ്. സ്വന്തം പെണ്ണുങ്ങളോട് പറയും, അയാൾ പോവുക, ഓൾക്ക് അന്ന് ഉറക്കെ വരില്ല, പിറ്റേന്നായാലും അകത്ത് പറയാൻ എല്ലായിടത്തും തെറ്റ്. ഇതെങ്ങനെ പുറത്തു വന്നു? അതൊരു അമാനത്തല്ലേ, അതൊരു അമാനത്താണല്ലോ. അത് വരവരോട് പറയാൻ പാടില്ല. അത് ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി നമ്മൾ മറച്ചു വെക്കേണ്ട വേണം. പക്ഷെ ആൾക്കാർക്ക് എന്താ അതിലേറെ കഷ്ടമുണ്ട്. ഇപ്പൊ ചിലര് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് വരിസംഖ്യ തരാത്തവരൊക്കെ പറയണ്ട, റെക്കോർഡ് ചെയ്തിട്ട് ആ വരിസംഖ്യ കൊടുക്കാത്തവനെ കൊടുക്കില്ല. കമ്മിറ്റിയിൽ എനിക്കെതിരെ കാര്യമായിട്ട് പറഞ്ഞിരുന്നാണ്, ഓനൊക്കെ എന്തിനാ പറ്റുക, രപ്പെന്നാ പറയണ്ട, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരു അമാനത്താണ്, ഒരു അമാനത്താണ്. അത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ വെക്കണം. രഹസ്യം ഉണ്ടായിട്ടൊന്നല്ല, ഓരോന്നിനും മറല്ലോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങാടി ചേർന്ന പോരെ എല്ലാം പറ്റില്ലയോ? അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിർവഹിക്കണം. ഇവിടെ പറയാൻ പോകേണ്ട എന്താ അറിയോ, പിന്നെ നമ്മൾ മോശപ്പെട്ട സംസാരങ്ങൾ, ദീനിനെ കളിയാക്കുന്ന സംസാരങ്ങൾ വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യതിന് കൂടി കൊടുക്കരുത്, അവിടെ നിൽക്കരുത്. നമ്മൾ ഒരു സഹായമായിരിക്കും ചിലപ്പോൾ എന്ത് അവിടെ ഇരിക്കാന്നുള്ളത്, ഓൽക്കിങ്ങനെ കൂടുതൽ പറയാൻ. നബിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിന് നല്ല വിലക്കുണ്ടായി. ആയത്തൊന്ന് കേട്ടോളൂ, അടുത്ത ആയത്താണ്. وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِذَا رَأَيْتَ الَّذِينَ നീ ഒരു കൂട്ടരെ കണ്ടാൽ يَخُوضُونَ فِي آيَاتِنَا അവരെന്തെയും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, നമ്മുടെ ആയത്തുകളിൽ അവർ പരിഹസിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം, അവഗണിച്ചു പോകണം. അതല്ലാത്ത മറ്റു സംസാരങ്ങളിൽ അവർ പ്രവേശിക്കുന്നത് വരെ. അവർ വേറെ എല്ലാവർക്കും പറ്റുന്ന നാഷണൽ ഹൈവേന്റെ വികസനത്തെ പറ്റിയാ പറയണ്ടത്. അപ്പൊ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. റോഡെന്നാക്കണ്ട, തോടെന്നാക്കണ്ട, ഇനിയിപ്പോൾ അടുത്ത് അതാണത്ര ഇതാണത്ര, അതിലിപ്പോ പ്രശ്നമൊന്നുമില്ല. അള്ളാഹിനെയും തിരുദൂതരെയും ദീനിനെയും ഖുർആനെയൊക്കെ കളിയാക്കുന്ന, അതിനെ പരിഹസിക്കുന്നത് നിങ്ങൾ കേട്ടാല്, അള്ളാഹിന്റെ ആയത്തുകളെ പരിഹസിക്കുകയാണ്, അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാല് അവിടുന്ന് പോവുക, അതിനെ അവഗണിക്കണം. ഒരിക്കലും മനസ്സിലാണം, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഉണ്ടല്ലോ,
ഇപ്പം നമ്മൾ ഉദാഹരണ ഹോട്ടലിലേക്ക് ചായ അടിക്കാൻ വേണ്ടി ചെന്നാണ്, ഇരുന്നപ്പോൾ അവിടെ നല്ല വർത്താന. അപ്പം നമ്മൾ ഒന്നും വേണ്ട, അത് നമ്മളൊരു നീരസം പ്രകടിപ്പിച്ചാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ, എരിൻ്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ. എന്നിട്ട് അവിടുന്ന് വെല്ലാണ് എഴുന്നേറ്റ് പോയാലേ ഒരു കുറച്ചൊരു സംസ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് സംസാരിക്കേണ്ട വിഷയമല്ല മോശമായി. അങ്ങനെ അവർ വേറെ വിഷയത്തിലേക്ക് കടന്ന് നമ്മളറിഞ്ഞു, നമ്മൾ കേട്ടു എന്ന് കൂട്ടിക്കോളി. ഒലിപ്പോൾ കോഴിൻ്റെ വിലയും ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അതാണ് അള്ളാഹു താല പറയണം. അല്ലാതെ എല്ലാം നമ്മൾ അവഗണിക്കണം എന്നല്ല, ഒക്കെ നമ്മൾ വേറിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെയൊന്നുമല്ല. അതാ അവിടെ പ്രത്യേകം പറയാണ്, അവർ അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വർത്തമാനത്തിലേക്ക്, കാര്യത്തിലേക്ക്, വിഷയത്തിലേക്ക് ഒരു കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല പിന്നെ ഫുർഖാൻ സൂറത്തില് യഥാർത്ഥ മോമിനിയങ്ങൾക്ക് വേണ്ട അടയാളങ്ങൾ 12 പറയുന്നു. ആ 12 ഒന്നെന്താ? വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. അർത്ഥമില്ലാത്ത കളി തമാശകൾ, അനാവശ്യ കാര്യങ്ങൾ, അതിന്റെ അരികിലൂടെ അവിടെ നടന്നു പോകുമ്പോ മർറൂ കിറാമാ, അള്ളാഹു തആല പറയാണ് മാന്യരായി പോകൂലെ. അതിന്റെ അർത്ഥം എന്താ അറിയങ്ങള്? അതായത് നമുക്ക് വേണ്ടാത്ത, നമ്മളെ ദീനിനോട് യോജിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോ മർറൂ കിറാമാന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അയക്ക് ഒരു നിലക്കും സഹകരിക്കാതെ, കൂടിക്കൊടുക്കാതെ, അത് മൈൻഡ് ചെയ്യാതെ ശാന്തമായിട്ട്. ചിലത് നമുക്ക് പറയാൻ പറ്റൂല, അപ്പൊ നമ്മൾ ശാന്തമായിട്ട് പോകാം. പറയാൻ പറ്റിട്ട് പറയുവാണ്. ആയത്തൊക്കെ നോക്കി നിങ്ങൾ, മോമിനിയങ്ങളുടെ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ അള്ളാഹു. കാരുണ്യവാനായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് 12 പറയണം ഖുർആൻ സൂറത്തിൽ. അതിൽ ഒരു കാര്യമാണ് എന്ത്? അവര് അനാവശ്യ കാര്യങ്ങളിലൂടെ അരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ മർറൂ കിറാമാ, അവരെന്ത് ചെയ്യും? മാന്യരായി പോകുന്നതാണ്. അതിന്റെ ഉദ്ദേശം അതാണ്. നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ എന്നാൽ നമുക്ക് ഇസ്സത്തുണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ ന്യൂ ഇയറിന്റെ നമ്മൾ കണ്ടല്ലോ പലയിടത്തും പല കൂത്താട്ടം നടത്തുന്നു. ഞാൻ ജോലി ചെയ്യുന്ന മഹലിന് തീരുമാനിച്ചെന്ന് പറഞ്ഞു, ഒറ്റ കുട്ടി നമ്മളെ കുട്ടികൾ പങ്കെടുത്തില്ല. ഞാനൊരു 26 കൊല്ലത്തിന്റെ ശേഷം നാട്ടാരെ മൊത്തം അഭിനന്ദിച്ച് സന്തോഷത്തോടൊരു പ്രസംഗം നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച. കാരണം എന്താ വെച്ചാൽ ആരും പങ്കെടുത്തില്ല. നമ്മൾ പറഞ്ഞ പോലെ ശരിക്കണം അനുസരിച്ചു. ഞാൻ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞില്ല, കാരണം എന്താ വെച്ചാൽ ഒരു കടമയുള്ളൂ. നമ്മൾ പറഞ്ഞ ആൾക്കാർ കേട്ടപ്പോൾ അവർ അഭിനന്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു ഔദാര്യമൊന്നുമല്ല. അപ്പോൾ അത് എന്താ, നമ്മളെ ബാധ്യതയാണ്, നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ആരും പോയില്ല. ഞാൻ അന്ന് ഒരു 10:30-10:45 അതിലൊന്നും ഇങ്ങനെ പോയി നോക്കി. അതിനായിട്ട് പോയതല്ല കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ഇങ്ങനെ ഒരു കൂത്താട്ടം അവിടെ ഒരു കൂട്ടർ വെച്ചിട്ടുണ്ട്. വെച്ചത് മുസ്ലിം സഹോദരങ്ങളാണ്. പക്ഷെ കൂടിക്കൊടുക്കാനും സാമ്പത്തികമായിട്ടും മറ്റൊക്കെ തീരുമാനിച്ച നമ്മളെ ആൾക്കാരാണ്. അത് വളരെ മാന്യമായിട്ട് പറഞ്ഞു, ആരോടും വിരോധം ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾ നടത്തിക്കോട്ടെ, നമുക്ക് കൂടി കൊടുക്കാൻ പറ്റണ്ടല്ലേ, കൂടി കൊടുക്കാൻ പാടുള്ളൂ. ആ വിഷയത്തിൽ കർശനമായിട്ട് പറഞ്ഞു. വനിതാ ക്ലാസ് ഉണ്ടാണ് നാട്ടിൽ. അപ്പോൾ ഞാൻ വനിതാ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളിതൊക്കെ അനുസരിക്കാതെ പെണ്ണുങ്ങളെങ്ങാനും ആ ഗാനമേളക്ക് പോയി അവിടെ ആടിയെന്ന് ഞാൻ അറിഞ്ഞാൽ അങ്ങനത്തെ വീട്ടിലെ നിക്കാഹിന് ഞാൻ വരൂലട്ടോ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് അതിനൊക്കെ നമ്മൾ വേണ്ടി വരും. നമ്മൾ പെരുകി കൊണ്ടുള്ള കാര്യമല്ല പറയേണ്ടത്, നാളേക്ക് രക്ഷപ്പെടാനുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിലൊരു അപ്പീലും ഉണ്ടാവില്ല കേട്ടോ. ഒറ്റ കുട്ടികൾ, ഒറ്റ പെണ്ണുങ്ങൾ ഇറങ്ങില്ല, ആരും ഇറങ്ങില്ല. നമ്മൾ സാധാരണ കുറച്ച് ഒരു ഭൂരിപക്ഷം ഇറങ്ങിയില്ലെങ്കിലും അങ്ങനെ പറയലുണ്ട്. ഇതല്ല, ഒരു കുട്ടി ഇറങ്ങില്ല. അല്ലെന്നില്ല ഇനി അടുത്തല്ല വിൽക്കാൻ പൂതി ഉണ്ടാവില്ല വെക്കാൻ, കാരണം ആകെ പരാജയപ്പെട്ട്. നമ്മളാൾക്കാരെല്ലാം അന്തം വിട്ട് ഇറങ്ങുക പറ്റുന്ന അല്ലേ. നമ്മളെ മതം അനുവദിക്കാത്ത നമ്മൾ അവിടെ ഇപ്പോൾ തീവ്രം ഇതൊന്നുമില്ല. അങ്ങനെയാണ് എല്ലാവർക്കും, അതാണ് ഇഷ്ടം. നമ്മൾ നോക്കൂ, നിയമപാലകരോട് ചോദിച്ചു, ഒരു പറയാം എന്താണ് പള്ളിയിൽ നിന്ന് കല്ലും പറയണം, എന്നാൽ നമുക്ക് അത്രയും റിസ്ക് കുറഞ്ഞിട്ടും. കാരണം ഇതെല്ലാവരും ഈ കച്ചറ ഉണ്ടാകാറുള്ള പ്രശ്നമല്ലോ. കള്ളുടിച്ചാലാണ് 15-കാരനാണ് ഒറ്റ കുത്തിന് കുത്തി മലർത്തിയത്, 30-കാരന് ഒറ്റ കുത്തിനാണ് മയ്യത്തായി. ആലോചിച്ചോക്കും. ഇപ്പൊ പോലീസ് അന്വേഷിക്കേണ്ടത് ഇപ്പം പരിശീലനം കിട്ടിയ കുത്താതാണെന്നാണ്. ഒറ്റ കുത്തിനാൾ മയ്യത്തായി. ഓന്റെ പ്രായം, കുത്തിയോന്റെ പ്രായം 15. കുട്ടികളാണ് ഇപ്പത്. ഇവരാണ് ഇപ്പോ കൊക്കൈനടക്കം ഉപയോഗിക്കേണ്ടത്. ആലോചിച്ചു, കാലം പോയൊരു പോക്ക് എവിടെ എത്തി കാര്യങ്ങൾ. എന്നാ ഇതിനൊക്കെ ഒരു നിയമം ഉണ്ടാവും. ഇതൊക്കെ വളരെ ലാഘവത്തോടു കൂടെയുള്ള കാണണ്ടേ.
ആലോചിച്ച് നോക്കൂ, യഥേഷ്ടം ഈ സാധനമൊക്കെ നമ്മുടെ രാജ്യത്ത് കിട്ടുകയാണ്. ലഹരിയാണ് ഇതിനൊക്കെ പ്രശ്നം. ലഹരി ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ പറയാൻ ആരുമില്ലല്ലോ. ഖുർആനിൽ എവിടെയെങ്കിലും വലിയ വൈരുദ്ധ്യം ഉണ്ടോ, ഹദീസിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടോ എന്ന് നോക്കിയടക്കുകയാണ് യുക്തിവാദികളും മറ്റും. ഇതിനെപ്പറ്റി പറയാൻ ആരുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ, നമുക്ക് പറ്റാത്തതിൽ നമ്മൾ ഒരിക്കലും കൂടാൻ പാടില്ല. നമുക്ക് പറ്റാത്ത കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കൂടരുത്. അത് ആര് പറഞ്ഞാലും. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടില്ല. എന്നാൽ അതേ സമയത്ത് നമ്മൾ ഇവിടെ ചില ലാഭങ്ങൾക്ക് വേണ്ടിയാണ് കൂടി കൊടുത്ത് നമുക്ക് പലതും നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പറയാണ്. എന്ത് നോക്കൂ, അല്ലാഹു പറയാണ്, വൈദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ആയത്തുകളിൽ പരിഹസിക്കുന്ന ഒരു കൂട്ടരെ നീ കണ്ടാൽ ഫഅരിദ് അൻഹും, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോണം. ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി, അവർ അതല്ലാത്ത മറ്റു വിഷയങ്ങളിൽ വർത്തമാനങ്ങളിൽ പ്രവേശിക്കുന്നത് വരെ. ഒരു വേറെ എല്ലാവർക്കും പൊതുവായ കാര്യങ്ങൾ പറയണേ നമുക്ക് കൂടി കൊടുക്കാം. അത് വിഷയത്തിൽ നമ്മൾ കൂടി കൊടുക്കാം അല്ലേ? ഇപ്പൊ നമുക്ക് റോഡ് ഉണ്ടാക്കണം, ഇതിനെല്ലാവരും കൂടി പിരിച്ചാണെങ്കിലും ഓക്കെ, ഒരു ഗാനമേളക്കാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വേറെ എന്താ പറയാ, ശരിക്കും യഹൂലൂനാണല്ലോ. ഈ ഹൗല് പറഞ്ഞാല് വെള്ളത്തിൽ മുങ്ങാന്ന നേരം. ആ വാക്കുള്ള എന്താ അതിന്റെ അർത്ഥം മനസ്സിലായോ? ഓരോ പദങ്ങൾ അല്ലാഹു തആല ഉപയോഗിക്കുമ്പോഴേ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. വെള്ളത്തിൽ ഒരാള്, നിലല്ലാത്ത വെള്ളം, നീന്തൽ അറിയാത്ത ഒരാള് വെള്ളത്തിൽ മുങ്ങിയ എന്തേക്കാര അവസ്ഥ? ഭയങ്കര അപകടം അല്ലേ? ഓന് നീന്തൽ പരിചയമില്ലാത്ത ഒരാള് വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥക്കാരം എന്തേക്കാര അവസ്ഥ? ഇതേപോലെയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അറിയാത്തവന് അതിനെ കളിയാക്കാൻ ഇറങ്ങിയാൽ അതിനെ അറിയിക്കാനാണത്. അതാണല്ലോ. അപ്പോ ഖുർആന്റെ പല വിഷയങ്ങളെയും വെച്ച് പലരും കളിയാക്കാറുണ്ട്. ഇവർക്കെന്നാ ഇതിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. ഒരു ഖുർആൻ എന്താ ഓൽക്കറിയില്ല, അതിലെന്താ ഉള്ളതെന്ന് അറിയില്ല. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് വെറും യുദ്ധം ചെയ്യാൻ പറയുന്ന ഒരു ഗ്രന്ഥാണ്, ആ മുസ്ലിമിനെ എവിടെ കണ്ടാലും കൊല്ലണം എന്ന് പറയുന്നതാണെന്നൊക്കെ പറയുമ്പോ ഇത് സത്യാണ് എന്ന് കരുതികാണ്ടേ എന്നിട്ട് എവിടുക്ക വണ്ടി കയറേണ്ടത്? എവിടുന്ന ഓൻ ലൈവ് ഉണ്ട് സൗദി അറേബ്യയിൽ നിന്ന്. ഇത് ഇറങ്ങിയ സ്ഥലത്ത് ഓൻ ജോലി ചെയ്യാണ്, ഓന്റെ കുടുംബത്തെ പോറ്റുകയാണ്. അറബ് ലോകത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ദുബായ് പോലെയുള്ള രാജ്യങ്ങൾ, ഖത്തർ, ഒമാൻ ഇവിടെ കണ്ട് പരിശോധിച്ചാൽ എത്ര മുസ്ലിങ്ങളാണ് പോകേണ്ടത് ഇവിടുന്ന്. ഓല് ചിലപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേണ്ടാത്ത വീണ്ട് പച്ച മലയാളത്തിൽ ആ മുസ്ലിമിനെ എവിടെ കണ്ടാലും വെട്ടണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഈ എപ്പോഴും പോണ്ടേ, വെട്ട് കിട്ടണ്ടേ? അങ്ങനെ ഇല്ലല്ലോ. ഉള്ളത് പിന്നെന്താ, യുദ്ധക്കളത്തിൽ ഇറങ്ങിയതുണ്ട്. അതിപ്പോ അങ്ങനെ തന്നെ അല്ലേ? നമ്മളങ്ങോട്ട് തല്ലാൻ വന്നാണ്, നമ്മള് ഒരു ഗത്യന്തരല്ല, ഒരു വടിയില്ലാണ്ട് അടിച്ചോളിയായിരുന്നു. ആ ഭാഗം മാത്രം എടുത്ത പ്രശ്നമല്ലേ? അപ്പൊ ഇത് അറിയാത്ത, ശരിക്കും വെള്ളത്തിൽ നീന്തൽ അറിയാത്ത ഒരാൾ മുങ്ങിയാല് ഒനാകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. എവിടെ പിടികൊള്ളി കിട്ടാനും പിടിച്ചു കയറാനും ഒന്ന് നോക്കും, ഒരു കൊട്ടിപ്പടച്ചിലുണ്ടാവും. എന്ന മാർക്കാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള്. മാത്രല്ല ഹൗല് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം പറയുന്നത്, പിന്നെ നിലല്ലാത്ത വെള്ളം പോലെ ഇത് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു ബഹ്റാണ്. അള്ളാന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാല് ബഹ്റാണെന്ന് പറഞ്ഞാല് അതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാത്ത അതിൽ ഇടപെട്ടാൽ അതിനെ പറ്റി അറിയാഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ? ഓരോ കാര്യങ്ങളും അത് എവിടേക്ക് പറഞ്ഞതാണ്, അത് എന്തിന് പറഞ്ഞതാണ് എന്നൊന്നും അതിന്റെ സാഹചര്യങ്ങളൊന്നും അറിയാതെ ഈ സബബ് നുസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് വെറുതെ അതിനെ കളിയാക്കും. അപ്പോ എവിടെ എത്തൂല. കടലിൽ ഇറങ്ങിയിട്ട് അത് മുഴുവൻ തപ്പിയെടുക്കാൻ ശ്രമിച്ചാല് നടക്കാത്തത് പോലെ തന്നെ പരിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ്. ആളുകൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഗൾഫിലൊക്കെ പോയി കണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അവിടെ ഈ ഫ്രീ ആയിട്ട് ഖുർആൻ പരിഭാഷ കൊടുക്കും. അപ്പൊ ഈ ഖുർആൻ പരിഭാഷയിൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് പരിഭാഷ ഖുർആന്റെ ആയത്തുകളെ നേർക്ക് നേരെ ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയില്ലെന്നാണ്. കാരണം ഒറ്റർത്ഥം കിട്ടുന്നല്ല ഓരോ വാക്കിന്. കാരണം അതിന് മാത്രം വിപുലമാണ് അറബി ഭാഷ, അതിന് മാത്രം അർത്ഥം ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു റഹ്മാൻ എന്നുള്ള വാക്കിന് നമ്മൾ അർത്ഥം വെക്കുകയാണെങ്കിൽ ഭൗതിക ലോകത്ത് വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ വായു വെള്ളമടക്കം എല്ലാ അനുഗ്രഹങ്ങളും നിരന്തരം കൊടുക്കുന്നവനെന്നാണ്. എല്ലാവർക്കും കൊടുക്കും. അവിടെ മുസ്ലിമാണോ മുസ്ലിം അല്ലെന്ന് നോക്കൂല. അത് ഭൗതിക ലോകത്ത് മാത്രമാണ്. നമ്മളെ ഒറ്റ വാക്കിൽ പരമകാരുണികൻ എന്നറിയാം. ആലോചിച്ച് നോക്കുങ്ങൾ.
അല്ലാഹു തആല ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിനെ ആശ്രയിക്കുന്നുണ്ട്. അല്ലാഹു ആകട്ടെ ആരിലേക്കും ആശ്രയിക്കുന്നില്ല. സർവ്വരാലും ആശ്രയിക്കപ്പെടുന്നവനും ആരിലേക്കും ആശ്രയം ആവശ്യമില്ലാത്തവനുമാണവൻ. അതിനാണ് സമത് അറിയാം. നമ്മൾ ഒറ്റവാക്കിൽ എന്ത് പറയും? നിരാശ്രയൻ. അതൊന്നും പൂർത്തിയാവൂല, അർത്ഥം പൂർത്തിയാവൂല. അപ്പോ ഖുർആന്റെ ഒരായത്തിന് തന്നെ ഒരുപാട് വിശദീകരണങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ചിലതൊക്കെ നമ്മളിങ്ങനെ കേട്ടാൽ ഒരുപാടുണ്ടാവും, അറിയില്ല. നമ്മളിപ്പോ നോക്കി, നിങ്ങൾ ഇപ്പോ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, നമ്മളിപ്പോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പോലെ നമ്മളെന്താ കാര്യമായിട്ട് കാണാം? തോസീമീൻ, ഒരു തോവും ഒരു സീനും മീമും കൂടി കൂട്ടിയിട്ടാണ്. ശരിക്ക് ആ തൂർ എന്നതിന്റെ ചുരുക്കവും സീന് സീനാഇന്റെ ചുരുക്കവും മീമ് മക്കയുടെ ചുരുക്കമാണെന്നാണ് ഒരു വിശദീകരണം കാണുന്നത്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മൂസാ നബിയോട് ബന്ധപ്പെട്ട സീനാ പർവ്വതവും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറഞ്ഞ ആ ബലദായ മക്ക. ഇനി അത് മാത്രമല്ല, വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ. അതിലൊക്കെയുള്ള ആ മീമ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ മീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൽ നമ്മൾ കാര്യമായിട്ടൊന്നും കാണൂല. അത് മാത്രം തഫ്സീറിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ദിവസം നമുക്ക് ക്ലാസ് എടുക്കാനുണ്ടാവും. തോസീമീം അല്ലെങ്കിൽ അലിഫ് ലാം മീം ഇങ്ങനെയുള്ളതൊക്കെ അതാണ് ഖുർആൻ. അത് വളരെ വിപുലമാണ്. അതിനൊന്നും ഇപ്പോൾ നമ്മൾ ഒരു പരിഭാഷന്റെ ഇത് എടുത്തു നോക്കിയാൽ അതിലൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, അർത്ഥം തന്നെ കൊടുത്തിട്ടുണ്ടാവില്ല. ചില തഫ്സീറിലൊക്കെ അതിന്റെ ഉദ്ദേശം അല്ലാഹ്ക്കേ അറിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് കാരണം അതാണ് ഖുർആൻ. അതപ്പോ ഇത് ശരിക്കൊരു കടൽ പോലെയാണ്. ഒരുപാട് അറിവുകളുടെ ഒരു ഭണ്ഡാരാണ്, ഒരു സമ്മേളനം എന്ന് പറയാം. അങ്ങനത്തെ ഖുർആന് ഇവര് അതിന്റെ ആയത്തുകളെ ഒരു കളിയാക്കുന്നത്. അപ്പോ അവിടെ കളിയാക്കുക എന്നുള്ളതിന് അല്ലാഹു തആല പിന്നെ നോക്കൂ, വൈദാ റഅയ്തല്ലദീന യസ്തഹ്സിഊന എന്നല്ല പറയുന്നത്, പരിഹസിക്കുന്ന ആളുകളെ കണ്ടാൽ മാറിക്കോളി എന്നുള്ളതിന് യഖൂലൂന, വെറുതെ തപ്പാണ് ഓല്. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാക്കാൻ വേണ്ടി ഓല് തപ്പാണ്. ഓല് കടലിലിറങ്ങിയ മാർക്കേ. കാരണം അതറിയാതെ അതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഓലെ എവിടെ എത്തൂല. ഇത് അത്രയും വിപുലാണ് എന്ന് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർ മറ്റൊരു വാർത്തയിലേക്ക്, വേറൊരു വിഷയത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് വരെ. വേറെ ഏതെങ്കിലും വർത്തമാനാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാവർക്കും പിന്നെ അല്ലേ. പണ്ട് നാട്ടിക ഉസ്താദ് പറഞ്ഞവർക്ക് RSSകാരനോടും ചിലപ്പോൾ നമുക്ക് സഹകരിക്കേണ്ടി വരും. പാമ്പിനെ അടിച്ചൊല്ലേണ്ട വിഷയത്തിൽ, പട്ടിനെ തല്ലിക്കൊല്ലേണ്ട വിഷയം. പേളകിയ പട്ടി വന്നാൽ എല്ലാവരും കളിച്ചാണ്, ഗ്രൂപ്പ് നോക്കാതെ കളിച്ചാണ്. അപ്പൊ നമുക്ക് ഓനോട് കൂടേണ്ടി വരും, വടി എടുത്തോ ഞാൻ കൊടുക്കാം, ആ വിഷയത്തിനനുസരിച്ചാണ് എന്നതുപോലെ തന്നെ. അപ്പൊ ഇതിനൊന്നും നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൂടി കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, ഇവര് നമ്മളെ കളിയാക്കാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ശൈത്വാനെങ്ങാനും നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ ഫലാ തഖുദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ, അത് ഓർമ്മ വന്നതിന്റെ ശേഷം അക്രമകാരികളായ അധർമ്മകാരികളായ കൂട്ടരോടുകൂടെ നീ ഇരിക്കാൻ പാടില്ല. നോക്കി, ഒരു കൂട്ടരിങ്ങനെ ഖുർആനൊക്കെ കളിയാക്കുന്നുണ്ട്, നമ്മളിങ്ങനെ മറന്നു ആ വിഷയമൊന്നും ശ്രദ്ധിക്കാതെ നമ്മളവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഓനങ്ങനെ നമ്മളവിടെ ഇരുന്നപ്പോ ഓനിങ്ങനെ മൂക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മളെന്നാ ചിലപ്പോ വേറെ ഏതെങ്കിലും ലോകത്തേക്കാരം. പിന്നെയാണ് ഓർമ്മ പഠിച്ചവനിപ്പോ നമ്മളെ ശരിയാക്കണം, അവിടെ ഇരിക്കാൻ പാടില്ലല്ലോ ശരിക്ക്. എന്നാ ഓർമ്മ വന്ന ഉടനെ അവിടുന്ന് എന്ത് ചെയ്യാ, എഴുന്നേറ്റ് പോകണം. പിന്നൊക്കെ ഓരോ പറഞ്ഞ അതേമാർക്ക് പിടിക്കരുത് കേട്ടോ. വാപ്പ ജീവിച്ചിരിക്കുക, മകൻ മരിച്ചാല് ആ മകന്റെ കുട്ടിയാൾക്ക് സ്വത്തില് അവകാശമില്ല എന്ന് ഒരു പൊതു നിയമം പറഞ്ഞാല് അതങ്ങനെ തന്നെ പിടിച്ചണമെന്നല്ല. നമ്മൾ പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് എന്തെങ്കിലും ബാക്കിയുള്ള ജ്യേഷ്ഠന്മാരൊക്കെ അത് ഓഹരി വെക്കുമ്പോൾ നമ്മളൊരു സഹോദരനായിരുന്നു മരിച്ചത്, അവന്റെ കുട്ടികളാണ്, അറ്റങ്ങൾ ഇതാകാൻ പാടില്ല, അത് വേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതുപോലെ ഇവിടെ നിങ്ങളാണ് എഴുന്നേറ്റ് പോകണം തന്നെ. ചിലപ്പോ അതായത് ചിലത് നമ്മൾ വാക്കുകൊണ്ട് നേരിടാൻ കഴിയേണ്ട അപ്പൊ തന്നെ തിരുത്തേണ്ടി വരും. പൊരുത്തം പറയാണ്. നമ്മളിങ്ങനെ ഹോട്ടലിൽ നിന്നപ്പോ ഇങ്ങനെ ഒക്കെ പറയാണ്, പിന്നെ ഇപ്പോ ഇവിടെ മറ്റേ എവിടെ പോയി കണ്ട് പത്രത്തിൽ വായിക്കുകയാണ്, ഉഗാണ്ടയില് ഒരു മൂസാറിന് ഒരാള് 100 എത്ര മൂപ്പർക്ക് 12 പെണ്ണുങ്ങൾ, 102 കുട്ടികളും 500 ചില്ലാനം പേരക്കുട്ടികളും ഉണ്ട്. ആ പഞ്ചായത്ത് വലുതാക്കാം.
അപ്പൊ ഇതിപ്പോ ഈ ആഴ്ച വന്നൊരു വാർത്തയുള്ള മൂസയാണ് അയാളെ പേര്. 12 പെണ്ണുങ്ങളുണ്ട്. അതിൽ 2 പെണ്ണുങ്ങളൊക്കെ തെറ്റിവെക്കണം, ബാക്കിയൊക്കെ എല്ലാം ഐക്യത്തിലാന്ന് അയാൾ പറഞ്ഞത്. ആർക്കും പ്രശ്നം. പക്ഷെ ചെലവ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. അയാളിട്ട് നോട്ട് ബുക്ക് ഉണ്ട്, പേരക്കുട്ടികളെ പേര് രക്ഷ. ഇത് 10-500 എന്തായിരുന്നാലും എഴുതിയൊക്കെ തന്നെ വേണ്ടി വരുമല്ലോ, ഇത് കൊടുത്തും കിട്ടൂലല്ലോ. ഏതാണ് കുഞ്ഞുമോനെ, തിരിയില്ല. അപ്പോ ഇതിങ്ങനെ വായിച്ചപ്പോ നമ്മളെ എതിരാളി അപ്പോഴും പറയാം, അതിനൊക്കെ ഇപ്പം ആ മൂസക്ക് മുഹമ്മദ് നബിയല്ലേ മാതൃക, മൂപ്പർക്കന്നല്ലേ ഒരേ സമയത്ത് 9. അപ്പൊ നമ്മള് പിന്നെ ഇങ്ങനെ കേട്ടുകണ്ട് ഇങ്ങനെ ഇരിക്കുക. അല്ലാതെ തിരുത്തി കൊടുക്കണം. ഓൻ കരുതിയേണ്ട എന്താണ്, ഈ പറയുന്ന ആള് കരുതിയേണ്ട എന്താണ്, ഈ 9 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ SSLCക്ക് പഠിക്കുമ്പോൾ ഒന്നിനെ ചാക്കിട്ടു, പിന്നെ +1 പഠിക്കുമ്പോൾ വേറെ ഒന്നിനെ ചാക്കിട്ടു. ഇതൊക്കെ ഇവരുടെ വിചാരം 25-ാം വയസ്സിലൊക്കെ ഇത് കെട്ടിക്കൂട്ടിയാണെന്നാണ് പറഞ്ഞേക്കണം. സുഹൃത്തെ, ഞങ്ങളെ പ്രവാചകനെ 50 വയസ്സ് വരെ ഒരൊറ്റ ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ, അത് ഖദീജ ബീവിയാണ്. ഞങ്ങളെ പ്രവാചകന് 63 വയസ്സാകണ്ടായിരുന്നുള്ളൂ. അതിൽ 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് പ്രവാചകന്റെ പത്നി, അതുവരെ ഏക പത്നി വ്രതം എന്ന് പറയും, ഒറ്റ ഭാര്യനെ ഉള്ളൂ. ആ ഭാര്യ മരിച്ചതിന്റെ ശേഷമാണ് പിന്നെ ബഹുഭാര്യത്വം സ്വീകരിച്ചത് 50 കഴിഞ്ഞിട്ട്. അതന്നെ ആദ്യം കെട്ടിന്റെ സൗദ ബീവിയാണ്, ഏകദേശം പ്രവാചകന്റെ പ്രായമുള്ള. നോക്കാൻ ആളില്ലാത്ത സമൂഹം അവഗണിച്ച സഹോദരിമാരെ പ്രവാചകര് ആണ് ഏറ്റെടുത്തിട്ട് പ്രവാചകന്റെ പത്നി എന്നുള്ളൊരു പദവി കൊടുത്തതാ. ആകെ കന്യക ഒറ്റാള് മാത്രമുള്ള ആയിഷ റളിയല്ലാഹു അൻഹ. അതെന്തിനാ അവ ശൈശവിവാഹം ഉണ്ടായില്ലേ? അത് നല്ല ഇൽമുള്ള ഒരു പെണ്ണ് വേണമെന്ന് എഴുതിയിട്ടാണ്, മസല പഠിപ്പിക്കാന്, അതിനു വേണ്ടിയിട്ടാ. അതല്ലോ ഫാത്തിമാവിക്ക ആയിഷ ബീവിക്ക സ്ഥാനം 2 അഭിപ്രായമുള്ളോ. ഒരു കുട്ടികളുടെ നസബ് നോക്കിയാൽ മതി, ഒരു കുട്ടികളുടെ ഇൽമു നോക്കണം എന്നാണ്. ഇൽമിനാണ് മഹത്വം എന്ന് വെക്കുമ്പോൾ ഫാത്തിമാവിനേക്കാൾ സ്ഥാനം ആയിഷ ബീവിക്കാണ്. അല്ല, പ്രവാചകന്റെ ബീജത്തിൽ നിന്ന് വന്നത് എന്നുള്ള നിലക്ക്, ആ നിലക്ക് നോക്കുമ്പോൾ നസബ് നോക്കുമ്പോൾ ഫാത്തിമ ബീവിക്കാണ്. അത് രണ്ടിനും അതേ സ്ഥാനമുണ്ട്. ബുഖാരി ഇമാമാണോ ഇമാം മുസ്ലിമാണോ ഏറ്റവും പ്രധാനപ്പെട്ട് സിദ്ദീഖ് എന്നവരാണോ ഫാറൂഖ് എന്നവരാണോ ചോദിച്ചാൽ അതിനൊക്കെ ഓരോരുത്തർക്ക് അവരുടേതായ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കണം. തിരുത്തി കൊടുക്കാൻ കഴിയുന്നത് ഇത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഓ അങ്ങനെയാണോ, അങ്ങനെയാണ്. അതിപ്പോ മഞ്ചേരി നിലമ്പൂർ ഭാഗത്തുനിന്ന് ലഘുലേഖ ക്രിസ്ത്യാനികൾ ഇറക്കിയിരുന്നു. നമ്മൾ ഉസ്താദ്മാരും മറുപടി കൊടുത്തപ്പോലെ പിൻവലിച്ചു. അതിൽ പറയേണ്ടത് ഇതാണ്, ഒരു വിചാരം നമ്മളിപ്പോ വിവാഹം നടക്കുന്ന ഇന്നത്തെ കാലം ഉണ്ടല്ലോ, ആ ഒരു വയസ്സിലാണ് പ്രവാചകൻ ഇതൊക്കെ കൂടി കെട്ടിയതെന്ന് അവർ വിചാരം. അപ്പൊ നമ്മൾ ചിലത് മൗനമായിട്ട് നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോന്നാല് അത് സമ്മതമായിട്ട് മാറും. ശരിയാണ്, കണ്ടില്ലേ ഓൻ പോയതെന്തില്ലേ അവന് സഹിക്കാൻ കഴിയൂലേ, മറുപടി ചെയ്യിട്ടാണേ, അതുകൊണ്ടാ പോയത്. പക്ഷെ എല്ലാവരും കൂടി മറുപടി അറിയണ്ട, മറുപടി കാണാനും പാടില്ലല്ലോ, അങ്ങനെയുണ്ടല്ലോ, മറുപടി വായിക്കാൻ പാടില്ലല്ലോ. മറുപടി വയസ്സായാലും പ്രശ്നമല്ലേ. അപ്പോ നമ്മൾ കഴിയുന്ന പോലെ അതിൽ ഇടപെട്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, സംവാദത്തിന് പോകും പോലെയാണ്. അവരെടുത്ത് പാളി കഴിഞ്ഞാൽ ആളുകൾ അതന്നെയാണ് കാര്യം. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ സംഗതികളൊക്കെ തന്നെ നമ്മൾ ആരും തേടി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ എന്ത് ചെയ്യുക, അത് തിരുത്തി കൊടുക്കാൻ കഴിയും. ഇനി നമ്മളെടുത്ത് കുറച്ച് നമ്മളെ മതത്തെ പറ്റി അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് നമ്മൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയാൽ മതി. എനിക്കൊന്ന് ഏറെ സൗകര്യങ്ങളുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. അപ്പോൾ പറയാണ്, നിങ്ങൾ അഥവാ പിശാചുകളെ മറപ്പിച്ചു, അങ്ങനെ ഓർമ്മയില്ലാതെ അങ്ങനെ ഇരുന്നാൽ, ഓർമ്മ വന്നത് മുതൽ ഓർമ്മ വന്നതിന്റെ ശേഷം പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല. അക്രമകാരികളായ, അതായത് അധർമ്മകാരികളായ ജനതയോടുകൂടെ ഇരിക്കരുത്. ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ സ്വഹാബത്തിനൊക്കെ ഒരു സംശയം, അല്ല നബിയെ ഇതിപ്പോ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മളെ കളിയാക്കുന്ന ചില മുനാഫിക്കുകളുണ്ട്, ഓലിപ്പോ പള്ളിക്ക് വരുന്നുണ്ടോ, അപ്പൊ നമ്മളെന്ത് ചെയ്യാ? അങ്ങനത്തെ ഒരു പള്ളിയിൽ വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ അതെങ്ങനെ അറിയാം? ഇന്ന ആള് മുനാഫിക്കാണെന്ന് ഉറപ്പായി അറിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം? ആ വളപ്പിക്ക് വിട്ടരുത് അറിയാം, നമ്മളറിയില്ല. അപ്പൊ അങ്ങനത്തെ ചിലര് നമ്മളെ അടിയിൽ ഉണ്ടാവാലോ, ശരിയാണല്ലോ. അപ്പൊ നമ്മൾ ഓലപ്പം ഇരിക്കൽ വരൂലേ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം കൊടുക്കുമ്പോൾ മുനാഫിക്കുകളായ ആളുകൾ വന്നിരിക്കും അത്രേ. എന്നിട്ട് ഒരിങ്ങനെ നോക്കും നബിനെ. ഇങ്ങനെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നറിയോ, പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഒരു പറയും, അല്ല ഇന്നിപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ പോയിന്റ് അല്ലാതെ പറയില്ലല്ലോ, ഒരു വാക്കും പാടൂലല്ലോ. എന്നാൽ ഇവർ പുറത്തിറങ്ങിയിട്ട് എന്ത് പറയും? വെറുതെ കൺഫ്യൂഷനാക്കുക. ശരി, ഒന്നും പറഞ്ഞില്ല വന്ന് എന്ന് ദുർബല അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരുണ്ടാവും, ഒരു പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യും? സ്വീപ്പാക്കാൻ നോക്കും. അപ്പൊ ഇവരെ സംശയം എന്താ അറിയോ? ഇങ്ങനത്തെ ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അറിയാതെ നമ്മൾ ഇരുന്നാലോ? സ്വഹാബത്തിന് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളെയും ഭയങ്കര പേടിയാണ്. അതായത് ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോഴേ, ഹിജാബിന്റെ ആയത്തിറങ്ങി അതിൽ ഇവരെന്ത് ചെയ്തു? ഇപ്പൊ സ്വന്തം പെൺകുട്ടികളെയും കാണാൻ പറ്റൂലേ, പെങ്ങന്മാരെ കാണാൻ പറ്റൂലേ, അമ്മയ്യാളെ കാണാൻ പറ്റൂലേ, അതോടെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തെ അനുജത്തിമാരെ കാണാൻ പറ്റൂലേ എന്ന് വെച്ചുകൊണ്ട് നബിന്റെ അടുത്ത് വന്നു. അങ്ങനെ ഖുർആനിലെ ആയത്തിറങ്ങി, അതും വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ ശരിക്കും വേർതിരിച്ചു കൊടുത്തു, നിങ്ങൾക്ക് ആരൊക്കെ കാണാം, ആരൊക്കെ കാണാൻ പറ്റൂല. അപ്പൊ കാണാം എന്ന് പറഞ്ഞവരൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാ? അവരൊക്കെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാണാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ വിവാഹം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വേർതിരിച്ചു കൊടുത്തു. അപ്പൊ അതിന് മക്കളെ ഒഴിവാക്കി, പെങ്ങന്മാരെ ഒഴിവാക്കി, ഉമ്മാന്റെ ജ്യേഷ്ഠത്തെ അനുജത്തിമാരെ ഒഴിവാക്കി, വാപ്പാന്റെ പെങ്ങന്മാരെ ഒഴിവാക്കി, മക്കളെ ഒഴിവാക്കി. ആരെ ഒഴിവാക്കിയിട്ടില്ല? ഈ ഇപ്പാന്റെ ജ്യേഷ്ഠന്റെ ഇതുണ്ടാവും, ഇളച്ച്, പിന്നെ മൂത്തമ്മ, ഓരോന്നും നമുക്ക് ചിലപ്പോൾ പറ്റൂല. അത് അല്ലേ, മൂത്തമ്മാന്റെ മക്കള്, പിന്നെ നമ്മൾക്ക് ഇമ്മാന്റെ ജ്യേഷ്ഠത്തി അനുജത്തി നമുക്ക് കാണാം, ഓരോ മക്കളെ പറ്റൂല. പക്ഷെ ഇന്നിപ്പോ നമ്മൾ കാണേണ്ട എന്താണ്? ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ അനുജത്തിന്റെ ഒക്കെ പെൺമക്കളെ ഇവ മോട്ടോർ സൈക്കിളുമ്പോ കൊണ്ടുപോകും. പെങ്ങളാണ് അറിയും. അല്ല, എനിക്കിന് പെങ്ങളില്ലല്ലോ, നിങ്ങളൊക്കെ ആൺകുട്ടികളിലുള്ളൂ, അതിന്റെ ഉമ്മാന്റെ അനുജത്തിന്റെ മോളാണ്, പിന്നെ പെങ്ങളാണ് അറിയാം. എല്ലാവരോടും അങ്ങനെ പറയാം. അവൾക്ക് ചെരുപ്പ് എടുത്തെടുക്കാൻ കൊണ്ടുപോകാൻ അറിയാം, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞാണ്ട് അത് മസാല അറിയില്ല. ഇപ്പത്തെ ജ്യേഷ്ഠത്തി അനുജത്തി മാത്രമൊന്നുമല്ല കേട്ടോ, ഇപ്പൊ അതിന് പ്രശ്നമേ അല്ല. കുട്ടികളെ സ്കൂളിൽ പഠിക്കേണ്ട, ഒപ്പം പഠിക്കേണ്ട കുട്ടികളൊക്കെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി മോട്ടോർ സൈക്കിളായിട്ടും വരുന്നു, കയറി പോകണം. ഉമ്മ പോകുമ്പോ പറയാ പിടിച്ചിരുന്നു വേണ്ടിട്ടോ. എന്തൊരു കഷ്ടല്ലേ, ഒരു മടിയില്ല. അത് മൈദ സൂറത്തിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, നബിയെ തെറ്റുകളുടെ ആധിക്യം ആൾക്കാർക്കൊക്കെ ശരിയായിട്ട് തോന്നട്ടോ. അത് ആ കാലാണ് മൈദ സൂറത്തിൽ പറയുന്നത്. തെറ്റുകൾ ഇങ്ങോട്ട് വല്ലാതെ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്നുണ്ടാവും, അതൊരു കുഴപ്പമില്ലാതെ തോന്നും, കുഴപ്പമില്ലാതെ തോന്നും. കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ന്യൂ ഇയറിന്റെ അന്ന് മമ്പുറത്തുനിന്ന് ക്ലാസ് കഴിഞ്ഞാണ്ട് ഇങ്ങനെ കാരാത്തോട്ടുനിന്ന് കുണംപാർക്ക് ചാണ്ട റോഡുണ്ട്. എന്നാൽ നമുക്ക് വീട്ടിൽ കൊളായിക്കൂടിയാണ് കയറി പോകാനാണ് ഞങ്ങൾ അതിലങ്ങോട്ട് കയറി. അങ്ങനെ കയറി പിന്നെ ഇവിടുന്ന് അങ്ങനെ കയറി കോണംപാർക്കത്തിന് പോയിഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ ശരിക്കും നമ്മളെ കണ്ണിലാണ് കാണുകയാണ് നമ്മളെ കുട്ടികളെ. പ്രധാന കുട്ടികളറിയോ മോട്ടോർ സൈക്കിളിൽ എല്ലാവരും കള്ളും കൊപ്പിയുണ്ട്. ഒരു ഒഴിഞ്ഞൊരു പറമ്പുണ്ട് അവിടെ, അങ്ങോട്ട് ചെറിയൊരു റോഡുണ്ട്. അതെന്തോ തോട്ടത്തിൽ നാക്കലൊക്കെ കയറ്റുണ്ടാക്കിയ തോന്നുന്നുണ്ട്. അവിടെ വീടുകളൊന്നുമില്ല, പ്രധാന വണ്ടികൾ അറിയങ്ങൾ, എല്ലാവരും കാര്യങ്ങളും കള്ളും കൊപ്പിയുണ്ട്. ഒരു പുതിയ വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി പോകാൻ ആൾക്കാർക്ക് ഇനി എന്നാ നേരം വിളിക്കാം. നമ്മളൊന്ന് ആലോചിച്ചോളൂ. അന്ന് എന്നെ ഏറെ ചിന്തിപ്പിച്ച കാര്യം എന്താ വെച്ചാൽ, അന്ന് ഉച്ചക്കത്തെ ക്ലാസ്സിന് ചെന്നപ്പോൾ എന്നോട് ഒരാൾ പറയാണ്, ഓൻ്റെ കുടുംബത്തിൽപ്പെട്ട 38 വയസ്സാണ്, പിന്നെ എന്തൊക്കെ ശാരീരികമായിട്ട് പ്രയാസം വന്ന് സ്കാൻ ചെയ്താൽ എങ്ങനെയായാലും ഒരു മങ്ങല്, സ്കാൻ ക്ലിയർ ആയി കിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആകെ നീരാണ്. അങ്ങനെ 6 ലിറ്റർ നീരാണ് അത്രേ ഇതിൽ കുത്തിയെടുത്തത് മനുഷ്യന്റെ ശരീരത്തിൽ. എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ 4th സ്റ്റേജിലാണ്. അപ്പോൾ അവർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഉസ്താദ് നാളെ RCC പോവുകയാണ് എന്ന്, ബുധനാഴ്ച രാവിലെ. നോക്കൂ, ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ന്യൂ ഇയറാ, ഒരു 2025 വരണ്ടോ. ഇനിയിപ്പോൾ ആ പേരന്റ് അവിടെ പോയി കുറേ പൊട്ടിച്ചാൽ ഒരു അതൊന്നും കേൾക്കണില്ലോ, കേൾക്കൂല. കാരണം എന്താ? ടെൻഷനാണ്. എന്നിട്ടാ നമ്മളെ കുട്ടികളെ ഈ കാട്ടി കൂട്ടുന്നത് കള്ളിൻ്റെ കുപ്പിയായിട്ട്. അതൊരു മടിയില്ല, ഒളിയും അറിയില്ല, കീസിലൊക്കെ മുടി അങ്ങനെ പോവാണ്. കീസ് ഉള്ളതും നമ്മൾ കണ്ടു, കീസ് ഇല്ലാത്തതും കണ്ടു. എന്നാൽ അവരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും നല്ല ലെവലിലാവൂല. ആ കുപ്പി നിലത്തിന് പൊട്ടിച്ചിട്ട് ആ മൂർച്ചുള്ള വാങ്ങോണ്ട് ഒരപ്പ കുത്തും. കാരണം ഓലെ നിയന്ത്രിക്കുന്ന വേറെ. ഏതായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇതൊക്കെ പാടെ ശരിയാക്കാനും നമ്മളെ കൊണ്ട് കഴിയൂല. പക്ഷെ എന്നാലും നമ്മളെ കുട്ടികളൊക്കെ ഈ രാത്രി ഇറങ്ങുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കും. ഇപ്പം മാതാപിതാക്കൾ ഉണ്ടാവുമല്ലോ,
എന്നാലോചിച്ച് നോക്കികൾ എന്താ നമുക്കൊക്കെ തന്നെ കർശനാക്കിയാൽ നമ്മൾ കർശനാക്കിയാൽ നിൽക്കുകയൊക്കെ ചെയ്യും. ഇത് നമ്മളതിന് അഴിഞ്ഞിട്ട് കൊടുത്തിട്ടാണ്. നേരം വൈകിന് വന്നാൽ പെരീക്കണ കയറാനായിക്കരുത്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പ്രത്യേകം പറയണം, നമ്മളൊക്കെ ചിലപ്പോൾ കരുതും നമ്മളെ കുട്ടികളെ എടുത്തിട്ട് കുഴപ്പമില്ല, കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ കമ്പനി പയച്ചാൽ കുട്ടികളെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ണിൽ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ കാണുകയാണ് ഓരോ സംഗതികൾ, പ്രതീക്ഷിക്കാത്ത മക്കൾ, പ്രതീക്ഷിക്കാത്ത കുട്ടികൾ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ഉമ്മാർക്ക് ചിലപ്പോൾ ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് കയറും. ഇതൊക്കെ കുറേ കുട്ടികൾക്ക് വാശിയാണ്. ഞാൻ നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ പല സ്ഥലത്തും പോകുമ്പോഴേ, സ്ഥലം ഞാൻ പറഞ്ഞില്ല, അത് റെക്കോർഡ് ആയതുകൊണ്ട് ഞാൻ സ്ഥലം പറഞ്ഞില്ല, ആരും വിഷമിപ്പിക്കാൻ പറയല്ല. എന്നോട് നിരന്തരം വിളിക്കുന്ന ഒരാളുണ്ട്. അവിടുത്തെ പേരക്കുട്ടിൻ്റെ എന്താ വെച്ചാൽ ആ കുട്ടീൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ SLC ആണ്. ഇപ്പോൾ ഭയങ്കര വാശിയാണ്, ഭയങ്കര വാശിയാണ്. കുട്ടി വെറുതെ വാശിയാണ്, പോകാൻ കരുതിയാൽ നടക്കണം. അങ്ങനെ കൗൺസിലിംഗ് നടത്തുന്ന ഒരാളെ എടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വന്നേക്കുമ്പോൾ പറയണം പോലെ ഈ കൗൺസിലിംഗ് നടത്തേണ്ട ആൾക്കാർ മുഴുവൻ പോക്കാണ്. ഒക്കെ മാതാപിതാക്കളെ മാത്രമേ ഓൽക്കറിയോ, ഞങ്ങൾ കുട്ടികളെ നേരെ ഓൽക്കറിയില്ല. വൈനം ചൂടാകുക എന്താ ഞങ്ങളെ കുട്ടികളെ മനസ്സോൽക്കറിയാത്തത്. അപ്പോൾ മറ്റുള്ള ഡോക്ടർമാർ പറഞ്ഞ പോലെ അത് മാനസികാവസ്ഥയാണ്, അത് ശരിയായിക്കോളെന്നൊക്കെ പറഞ്ഞ് പോലും വേഗം ഒഴിവാക്കി വിട്ടാ. എന്നോട് ഇങ്ങനെ പറയും ഭയങ്കര പ്രശ്നമാണ്, എന്താ ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കണോ? ഈ കുട്ടിൻ്റെ വാപ്പ പടുത്ത് അസുഖം ബാധിച്ച് ഗൾഫിൽ നിന്ന് പോകുന്നത്. അതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസറാണ്. ഇത് ക്യാൻസറാന്ന് അറിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല. അത്ഭുതം. പേടിച്ചു. അപ്പൊ ഇതുവരെ നാടകം കളിച്ചിനോ? കാരണം എന്താ, പൈസ ഇഷ്ടം പോലെ ഒന്നാണ് ഞെട്ടിച്ച് അവിടെ നിന്ന് വരും. അതായത് പൈസ ചോദിക്കുമ്പോൾ അപ്പണ് കൊടുത്തില്ലെങ്കിൽ രണ്ടടിയാന്ന് എന്നെടുത്ത് അറിയും. അപ്പോൾ അതിന് ഉമ്മ ബേജാറായി, ഇത് കലങ്ങോ ആവരുതിട്ട്. പള്ളിക്കാട്ടിൽ സ്ഥലമില്ല എന്നൊന്നും പറഞ്ഞാൽ മതി, ഇജ്ജ് കലക്കിക്കോറണം, ഓണ് നിർത്തും. ഇപ്പോഴുള്ള കുട്ടികളോട് പറയാനും വയ്യ. കുറച്ച് മുമ്പൊക്കെയാണ് ഈ ഞാൻ തൂങ്ങി അടിച്ചെന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കയറാ വേണ്ടത്, അതോ സാധാ കയറാ വേണ്ടത്, അതോ ഉമ്മാൻ്റെ പഴയ സാരിയാ വേണ്ടത്, ഏതാ വേണ്ട ചോദിച്ചാൽ മതി. തമാശ അറിയില്ല കേട്ടോ, രണ്ട് ഓണം വിടുകയും വന്നു നടക്കൂലെന്ന് എഴുതിയിട്ട്. ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്ത് ഈ വിനാന്തം കാട്ടും, ആണ് പ്രശ്നം. അല്ലെങ്കിൽ ഓൻ തന്നെ ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചു പറയും ചിലപ്പോൾ, എന്നോട് തൂങ്ങാൻ പറഞ്ഞിട്ടാണ്. അങ്ങനത്തെ മക്കളാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഈ ആയിരത്തിനോട് പറയാം, ഈ വാപ്പ സുഖമില്ലാതായതോട് ഇവിടെ ഇപ്പം നന്നായി. ഇപ്പോൾ നല്ല കുട്ടിയാണ്. ഓനിപ്പോൾ മനസ്സിലായി എന്ത്, ഇനി വല്ലാതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല, ഇപ്പച്ചി അസുഖം വായിച്ചു വന്നാണ്. അപ്പോൾ ആദ്യം നാടകീയം മനസ്സിലായി. ഇതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളെ മനഃശാസ്ത്രം കുറച്ച് നമ്മൾ അറിയണം. തൊട്ടതിനൊക്കെ പോലെ ആക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ അത് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടല്ലോ. അത് അതിന് കുറച്ച് ഉമ്മാര് ഒരു കാരണം ഉണ്ടായിന്, അത് ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഒരു വിഷയം തോറ്റീന് അതിൻ്റെ പേരിൽ വല്ലാതെ ഈ കുട്ടിനെ പറഞ്ഞേക്കണം. ഇതൊക്കെ നമുക്ക് തിരിച്ചടിക്കും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കുട്ടികൾ പറ്റ നിരാശപ്പെടും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ മനസ്സിൻ്റെ ഇതുണ്ട്. എന്തായിരുന്നാലും എങ്ങനെയാണോ അതിപ്പോൾ നമുക്ക് ഇന്ന മാർഗങ്ങൾ ചെയ്തോളി അറിയാൻ പറ്റില്ല. അത് നമ്മളൊക്കെ മക്കളുടെ മനസ്സിൻ്റെ അവസ്ഥ നമുക്കറിയാം, ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് കർശനാക്കുക. ഇതെന്തായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. രാത്രി ഒന്നും പുറത്തു വിടണ്ട, കമ്പനി ശരിക്കും ശ്രദ്ധിക്കുക. അതുപോലെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതും. പക്ഷേ കുട്ടികൾ ഭയങ്കര മോശമായി വരിക. മദ്യത്തിനും മയക്കുമരുന്നിനും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട. അള്ളാഹു തആല നമ്മളെ കുട്ടികളെ അത്തരം അവസ്ഥകളെ തൊട്ടൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇനി നോക്കൂ, അപ്പോൾ ഇവര് സ്വഹാബത്തിന് ഒരു വിഷമം വന്നെന്താ, അപ്പോൾ ഓല അത്രക്കും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഓലൊപ്പം ഇരുന്ന് കൊടുത്താലോ ഈ മുനാഫിഖ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചൂന്ന് അന്വേഷിക്കേണ്ട ബാധ്യത എന്തില്ല, നമുക്കില്ല. അതാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത്, വമാലല്ലദീന يتقون من حسابهم من شيء ولكن ذكرى لعلكم يتقون. നോക്കൂ, അള്ളാഹു പറയണു വമാ അലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ശൈ. മുത്തഖീങ്ങളായ ആളുകൾ അവർക്ക് യാതൊരു ബാധ്യതയുമില്ല. എന്ത്? മിൻ ഹിസാബിഹിം മിൻ ശൈ. അങ്ങനെയുള്ള അക്രമകാരികളായ ആളുകളുടെ കണക്ക് പരിശോധിക്കുക എന്നുള്ളത് അങ്ങനത്തെ ഒരു ബാധ്യത മുത്തഖീങ്ങൾക്കില്ല. വലാകിൻ ദിക്റാ. പിന്നെ എന്തുമാത്രാണുള്ളത്? പറഞ്ഞു കൊടുക്കുക, ഉത്ബോധനം നടത്തുക, നന്മ കൽപ്പിക്കുക, അതുമാത്രമാണ് കർമ്മ. ലഅല്ലഹും യത്തഖൂൻ. അവർ വിശുദ്ധിയുള്ള ആളുകളായേക്കാം.
പറഞ്ഞു കൊടുക്കുക എന്നുള്ള കടമയാണ് ഉള്ളത്. അത് ഓല് കേൾക്കട്ടെ. പിന്നെ ഇവിടെ എന്താ പറയുക, അല്ലാഹു തആല ചിലപ്പോൾ നമ്മളെ ഭയങ്കര പരീക്ഷണത്തിന് വിധേയരാക്കുന്നതാണ്. അതായത് നമ്മളെ എല്ലാ മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഓനാ തെറ്റ് ചെയ്യോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ആയത്തിന്റെ വിശദീകരണത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒന്ന്, 1400 പേരോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയല്ലോ. അങ്ങനെ ഈ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ ആ സന്ദർഭം ചരിത്രത്തിൽ അത് വലിയ സംഭവമാണ്. അങ്ങനെ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ ആ സന്ദർഭത്തിൽ പിന്നെ ചരിത്രത്തിൽ കാണാം, ഇവര് ഈ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാല് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ വേട്ടമൃഗത്തെ പിടിക്കാൻ പറ്റൂല. അതൊന്നും പറ്റൂലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവര് അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ട് ആ ടെന്റിലാണ് ഇവര് ഇരിക്കുന്നത്. അപ്പൊ ഈ ടെന്റിൽ ഇവര് ഇരിക്കുന്നതിന്റെ ഇവരെ നേരെ മുന്നിലൂടെ ആട്, മുയല്, ഇങ്ങനെയുള്ള ജീവികൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും പോവാം. അപ്പോ ഇവർക്കിങ്ങനെ തോന്നി, എന്തിനാ ഇപ്പൊ നമ്മളിങ്ങനെ കാത്തിക്കണ്ടേ, ഇനിയിപ്പോ നമ്മൾ മസലൊന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി, ഓടിച്ചറക്കുക എന്ന് തോന്നുമല്ലോ. ഇത് ശരിക്കും ഒരു പരീക്ഷണാണെന്നുള്ളതാണ്. അതുവരെ അങ്ങനെ ഇല്ലേനും. പക്ഷെ ഇവര് അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ട് നിൽക്കുമ്പോൾ ഓൽക്കാണ് ഇത് വേട്ട, പിന്നെ മൃഗങ്ങൾ ഉപയോഗിച്ച് മറ്റേ പിടിക്കാൻ പാടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കൈകൊണ്ട് പിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കുന്തെറിഞ്ഞിട്ട് പിടിക്കാൻ പറ്റുക, അത്ര അടുത്ത് ഈ സാധനങ്ങളുണ്ട്. അള്ളാഹ് പരീക്ഷിച്ചതാ. ആരെങ്കിലും ആ തെറ്റ് ചെയ്യോ ഇല്ലേ? ആ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ മാഇദ സൂറത്തിലെ 94-ാമത്തെ ആയത്ത്, 123-ാമത്തെ പേജ്. അക്രമകാരികളുടെ തെറ്റ് ചെയ്യുന്നവരുടെ കണക്ക് നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. അങ്ങനെ ചൂടിനെ അന്വേഷിക്കണ്ട. അതേ സമയത്ത് ഉത്ബോധനം കൊടുക്കുക എന്ന് പറയുന്ന വ്യാഖ്യാനത്തിൽ വരുന്നൊരു സംഗതിയാണ്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 94 മാഇദ. യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ് സ്വൈദ് തനാലുഹു ഐദീകും വരിമാഹുകും ലിയഅലമല്ലാഹു മൻ യഖാഫഹു ബിൽഗൈബ് فمن اعتدى بعد ذلك فله عذاب أليم. സത്യവിശ്വാസികളെ, അല്ലാഹു ലയബ്ലുവന്നകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? ബിശൈഇൻ മിനസ് സ്വൈദി തനാലുഹു ഐദീകും വരിമാഹുകും, നിങ്ങളുടെ കൈകളെ കൊണ്ട് അല്ലെങ്കിൽ കുന്തങ്ങളെ കൊണ്ട് നേരെ പിടിക്കാൻ കഴിയുന്ന രൂപത്തിൽ വേട്ടമൃഗങ്ങളെ നൽകിയിട്ട്. അപ്പൊ ഇവർ ഈ ടെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ മുന്നിൽ കൂടി അങ്ങോട്ട് കൊണ്ട് പോവുകയാണ്. ഇവർക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇഹ്റാം കൊണ്ട് നോക്കണ്ട, നമുക്കടെ പിടിച്ചാലോ എന്ന് തോന്നുമല്ലോ. അതൊരു പരീക്ഷണാണ്. മാത്രമല്ല അത് എന്തിനറിയോ, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽഗൈബ്, അദൃശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ ആരാണ് ഭയപ്പെടുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അള്ളാഹ്ക്കല്ലെങ്കിലും അറിയാം, എന്നാലും പടച്ചോനെ ഇങ്ങനെ കരുതണം, പറ്റൂല എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇപ്പൊ നമ്മളെ മുന്നിൽ കൂടി എത്ര അങ്ങോട്ട് കൊണ്ട് പോയാലും അത് എടുത്താല് റബ്ബ് കാണൂലേ. ആരൊക്കെ അങ്ങനെ ശ്രദ്ധിക്കും, ആരൊക്കെ ശ്രദ്ധിക്കൂല എന്ന് പരീക്ഷിച്ചതാണത്. ഇനി അതിനുശേഷം അത് അറിഞ്ഞിട്ട് ഒരാള് അതിരുവിട്ട് പ്രവർത്തിച്ചാൽ ഫലഹു അദാബുൻ അലീം, അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. ചിലർക്ക് പെട്ടല്ലോ, ചിലർ പെട്ടു. അപ്പോൾ ഓൽക്ക് ശിക്ഷ കൊടുത്തും ചെയ്തു. എങ്ങനെ? ആ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇനിയിപ്പോൾ ഏതായാലും കൊല്ലം മുമ്പ് നടക്കൂലല്ലോ എന്നൊക്കെ കരുതിയാണ്ട് അവർ പിടിച്ചു. അപ്പോൾ ഓൽക്ക് എന്ത് ചെയ്തു? പ്രായശ്ചിത്തം തീരുമാനിച്ചു. അതായത് ഒരു കന്നിനെ അറക്കണം, അതിന്റെ പേരിൽ ഒന്നിനെ അറുത്തിട്ട് ഹറമിൽ വിതരണം ചെയ്യണം. അവ അറക്കാനുള്ള ഇല്ലെങ്കിലോ, അറക്കാൻ കഴിയൂലെങ്കിൽ പിന്നെ ആ മൃഗത്തിന്റെ വില കണക്കാക്കിയിട്ട് ആ വിലക്ക് ധാന്യം വാങ്ങിയിട്ട് അവിടെ കൊടുക്കണം. അതിനും കഴിയൂലെങ്കിൽ ആ മൃഗത്തിന്റെ വില കണക്കാക്കിയിട്ട് അങ്ങനെ സങ്കല്പിക്കുക, അതിനെത്ര വില. അപ്പോൾ അതിനിപ്പോൾ ആഹാരം വാങ്ങുകയാണെങ്കിൽ, ഗോതമ്പ് വാങ്ങുകയാണെങ്കിൽ അത് ഇത്ര മുദ്ദുണ്ടാവും. ഓരോ മുദ്ദിനും ഒരു നോമ്പുണ്ട് കൊടുക്കണം. പിന്നെ അറിയില്ല പണിക്കോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ.
ഇതൊരു പരീക്ഷണമാണ്. അതിപ്പോ ഏതുപോലെ അറിയോ? ഇസ്രായേലികള് നിങ്ങൾ പിന്നെ ശനിയാഴ്ച മീൻ പിടിക്കരുത് പറഞ്ഞല്ലോ. അനോല് പോയ വക്കത്ത് പോയ അന്ന് പേരും മീനാണ് പിടിക്കണ്ടെന്ന് മീൻ. അപ്പൊ നമ്മളിപ്പോ മഞ്ചേരി ഭാഗത്തേക്ക് ബസ് കാത്തുന്നാല് ബസ് തന്നെ വരൂല, വന്നാൽ ഫുള്ളായി കാരണം. അപ്പൊ കാണാൻ ഭയങ്കര ഭാഗത്തേക്ക് അങ്ങനെ പോണം കാര്യമായിട്ട്. ഏതേലും പൊട്ട ഞാൻ അന്ന് അങ്ങോട്ട് പോയിക്കോളാം അറിയാം. അല്ലല്ല എന്നമാരിക്കാണ് നമ്മൾ. അത് ഒരു പരീക്ഷണാണ്. അല്ലാഹു തആല അങ്ങനെ വല്ലാതെ പരീക്ഷിക്കുന്നതാണ്. അതിന് ഇത് ഒരു ഉദാഹരണം കേട്ടോ. അപ്പൊ നമ്മളെ കടമ എന്താ പറയുക? ഇവിടെ ഇപ്പോ പിന്നെ നമ്മളെന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് നമുക്ക് പറ്റില്ല, ഇത് നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞു കൊടുക്കുക. അത് അറിഞ്ഞതിന്റെ ശേഷം ഒരാൾ അതിലൂടെയാണെങ്കിലോ അവന് വലിയ കുറ്റാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ അല്ലാഹു തആല പറയാണ് ഉത്ബോധനങ്ങൾ നടത്തണം. ഈ ഉത്ബോധനം എത്ര നടത്തിയാലും ശരിയാവില്ലെങ്കിൽ അപ്പൊ അല്ലാഹു തആല വേറെ പരീക്ഷണം തരുന്നതാണ്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഏതാ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖുർആനിൽ ഒറ്റ സ്ഥലത്തേ പറയുന്നുള്ളൂ. തോലൂത്ത് ജാലൂത്ത് കേട്ടില്ലേ? തോലൂത്ത് ജാലൂത്ത്. അതിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അത് വലിയ സംഭവം. ജാലൂത്ത് എന്ന് പറഞ്ഞാല് ഒരു കാലത്ത് പിന്നെ എന്ത് ചെയ്യണ ഫലസ്തീൻ പോലെ എന്ത് ചെയ്തു പിടിച്ചു. ഭയങ്കര ക്രൂരനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. ഇസ്രായേലികളെന്ന് ഫലസ്തീന്റെ ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കി ഭയങ്കര ആക്രമവും കാര്യങ്ങളും കാണിച്ചപ്പോ അന്ന് പ്രവാചകന് ശംവീൽ എന്ന് പറഞ്ഞൊരു പ്രവാചകനായിരുന്നു. അതായത് മൂസ നബി മരിച്ചു, ഹാറൂ നബി മരിച്ചു, യൂഷ നബി മരിച്ചു, അൽ യസ ദുൽകിഫ്ൽ. ഈ 5 പേർക്ക് ശേഷം 5 പേർക്ക് ഇപ്പോ ദുൽകിഫിലൊക്കെ പിന്നെ ഖുർആനിൽ ആകെ 2 പറഞ്ഞിട്ടുള്ളൂ. അൽ യസ പ്രവാചകന്മാർ, ഓരെ പറ്റി കൂടുതലൊന്നും പറയണില്ല 25-ൽ. ഈ പ്രവാചകന്മാര് മരിച്ചപ്പോ പിന്നെ അവിടെ വന്നത് ശംവീൽ എന്ന് പറഞ്ഞ പ്രവാചകനാണ്. ആ കഥ ഒന്ന് കേട്ടോളി. അതിപ്പോ നമ്മൾ വേറെ എവിടെയും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ടത് അത് പറഞ്ഞ് സൂചിപ്പിക്കാം. അപ്പൊ ഈ ശംവീൽ എന്ന് പറഞ്ഞ പ്രവാചകന് വയസ്സായി. മൂപ്പരെ കൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യൂല. അപ്പോ ഇസ്രായേലികൾ പൊതുവേ ഒരു അക്കരെ പച്ചന്റെ ആൾക്കാരാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതേ കാരം നന്നാകാൻ അറിയാം, അത് ചോദിച്ചത് ഇതേ കാരം എന്നറിയാം. അങ്ങനെ ഒരു സുഖം കൊടുക്കാത്ത ടീമാണ്. പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ സിദ്ധാന്തം എന്നൊക്കെ പറയില്ല, ഓരോ സിദ്ധാന്തം അങ്ങനെയാണ്. അപ്പോ ഇവര് ശംവീൽ എന്ന പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ അങ്ങയെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല, കാരണം ഫലസ്തീന് പോലെ കൈയടക്കി. ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഞങ്ങൾക്ക് ഒരു പിന്നെ രാജാവിനെ തരാൻ വേണ്ടി അള്ളാഹിനോട് നിങ്ങൾ ദ്വാരക്കണം. ഒരു രാജാവ് നമുക്കും വേണം. ഇനി അങ്ങനെ രാജാവ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ജാലൂത്ത് അവിടെ ഉണ്ടല്ലോ, അതിന് പകരം അവനെ നേരിടാന് നല്ല ഒരു രാജാവിനെ ഞമ്മക്കും വേണം. അതുകൊണ്ട് അങ്ങ് അള്ളാഹുവോട് ദ്വാരക്കണം എന്നാണ്. ഇത് പറഞ്ഞപ്പോ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ മഹാനായ ശംവീൽ എന്ന പ്രവാചകൻ അലൈഹിസ്സലാം അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, പഠിച്ചോനെ ഇവര് ഈ പറയുന്നത് പോലെ ഇതിന് ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവോട് ദ്വാരുന്നു. അള്ളാഹിനോട് ദ്വാരുന്നപ്പോ അള്ളാഹു താല അവർക്ക് എന്ത് ചെയ്തു? ഒരു പിന്നെ പ്രവാചകനെ അള്ളാഹു താല കൊടുത്തു. ഖുർആനിൽ അള്ളാഹു താല അതിനെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു, അള്ളാഹു പറയുന്നത് എവിടെ പറയണ്ട? 40-ാമത്തെ പേജില് ഏറ്റവും മുകളിലേക്ക് 246-ാമത്തെ പേജ് 246-ാം വചനം അൽ ബഖറ. അതിലിങ്ങനെ പറയുന്നുണ്ട്. വലിയ വിഷയാട്ടോ. എന്റെ പ്രധാന ഭാഗം പറയാം. ഞങ്ങൾക്ക് ഒരു രാജാവിനെ അങ്ങ് വെച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം? ആ രാജാവിന്റെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്തിട്ട് ബൈത്തുൽ മുഖദ്ദസും മറ്റൊക്കെ പ്രശ്നമായതല്ല, ഞങ്ങൾ തിരിച്ചു പിടിച്ചോളാം. അപ്പോ നടന്ന സംഭവമാണ്. ഈ നന്മ കൽപ്പിക്കേണ്ടതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. 40-ാമത്തെ പേജില് ഏറ്റവും മുകളിലെ ആയിട്ട് 246. അലം തറ ഇലൽ മലഇ മിൻ ബനി ഇസ്രായീൽ മിൻ ബഅദി മൂസാ. മൂസാ നബിയുടെ മരണത്തിന്റെ ശേഷം ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള പ്രധാനികളായ ഒരു കൂട്ടരിലേക്ക് അങ്ങ് നോക്കുന്നില്ലേ? എന്താണ്ടായത്? ഇത് ഖാലൂലി നബിയില്ലഹു മുബ്അസ് ലനാ മലികാ. അവരുടെ പ്രവാചകനോട് പറഞ്ഞു, അന്ന് പോലെ നബി ശംവീലാണ് അലൈഹിസ്സലാം, അവരോട് പറഞ്ഞു, എന്ത്? ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം. നുഖാതിൽ ഫീ സബീലില്ലാഹ്, അങ്ങനെയെങ്കിൽ ഞങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തോളാം. അപ്പോ ശംവീൽ എന്ന പ്രവാചകൻ ഇവരോട് ചോദിച്ചു, ഹൽ അസൈതും ഇൻ കുതിബ അലൈകുമുൽ ഖിതാലു അല്ലാ തുഖാതിലു. നിങ്ങളെ മേലിൽ അങ്ങനെ അള്ളാഹു ഒരു യുദ്ധം നിർബന്ധമാക്കപ്പെട്ടാല് നിങ്ങൾ അപ്പൊ ചെയ്യാതിരിക്കുവോ?
നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നിങ്ങളിപ്പോൾ വലിയ വർത്തനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു രാജാവിനൊക്കെ കിട്ടി എന്നാൽ ഈ ചെയ്തോളിയാൽ ഞങ്ങൾ ചെയ്യാക്കുവാണ്. അപ്പോൾ ഓല് തള്ളിയത് എങ്ങനെ അറിയോ? ഖാലൂ വമാലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമുള്ളത്? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നായിനാ, ഞങ്ങൾ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, മക്കളിൽ നിന്നും പുറത്താക്കപ്പെട്ടു, മക്കളെയും വ്യാപാരൊക്കെ ഇവരെ അകറ്റി. ഇങ്ങോട്ട് ഇവരോട് യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് ന്യായമുള്ളത്? ഒക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് അതുപോലെ അറിയോ, നോക്കെ കല്യാണം അടുത്ത ആഴ്ച എന്തായാലും വരണട്ടോ. ഞാനെങ്ങനെ വരാം? എത്താ ജി പറയേണ്ടത്? ഉള്ളിലെന്താ ആ വൈക്ക് ഉണ്ടാവൂല. ഇതേ പരിപാടിയാണ് നമ്മൾ തമ്മിൽ. ചില ആൾക്കാർ അങ്ങനെ പറയല്ലോ, ഓ എന്തായാലും വരും, അതിനൊക്കെ കണക്കാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കും, ഓ ആദ്യമൊക്കെ എത്തിയാണ് പോകാനാവൂല, അതുണ്ടാവും ചിലപ്പോ. എന്ന പോലെ ഇവര് വർത്താനം കേട്ടാൽ ഇവരെന്തായിരുന്നാലും പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഫലമ്മാ കുത്തിബ അലൈഹിമുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും, അവരിന്ന് ചെറിയൊരു ന്യൂനപക്ഷമല്ലാതെ ബാക്കിയുള്ളവരൊക്കെ പിന്മാറി. അതിന് കാരണമുണ്ട്. ഇവര് പറഞ്ഞെന്താ, ഞങ്ങൾക്കൊരു പ്രവാചകനാണെന്നാണല്ലോ, അല്ല ഒരു രാജാവ് വേണമെന്ന്. അപ്പോ അള്ളാഹു തആല ഓൽക്കൊരു രാജാവിനെ കൊടുത്തു. ആ രാജാവാണ് ആര്? ത്വാലൂത്ത്. അപ്പോൾ ഓല് പറഞ്ഞു, മൂപ്പരെ ഞങ്ങൾ അംഗീകരിക്കില്ല, അയാളൊന്നും രാജാവാക്കാൻ പറ്റില്ല. അതിലേറെ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അടുത്ത ആയത്തിൽ പറഞ്ഞത് വഖാല ലഹും നബിയ്യുഹും, അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു. അവരോട് അവരുടെ പ്രവാചകർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലികാ, നിങ്ങൾക്ക് രാജാവായിട്ട് ത്വാലൂത്തിനെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഖാലൂ, അപ്പോൾ പറയാണ്, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈനാ, ഞങ്ങളെ മേൽ അധികാരം നടത്താൻ എങ്ങനെ അയാൾക്ക് സാധിക്കുക? വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു, അതിനേക്കാൾ നല്ല ഞങ്ങൾ തന്നെയാണ്, അത് നമുക്ക് സ്വീകാര്യനല്ല. എന്താ ഒരു കാരണം പറഞ്ഞറിയോ? വലം യൂതഫഅതം മിനൽ മാൽ, വിശാലമായ ധനം അദ്ദേഹത്തിനില്ലല്ലോ. ഒരു പുതിയ MLA ഇന്നാളാണ് അത്ര MLA, അയാളെങ്ങനെ പറ്റുക? അയാൾക്ക് പൈസ ഇല്ലല്ലോ പറഞ്ഞാൽ, ഇതൊക്കെ എല്ലാം കാശ് വേണ്ടേ അറിയില്ലേ? എന്ന മാതിരിക്ക് ഇയാളെടുത്ത് കാശില്ലല്ലോ, ഇയാളെങ്ങനെ ഭരണാധികാരിയാകാൻ? അള്ളാഹുവിന് മറുപടി കൊടുത്ത് ആ പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം, അല്ലാഹു തആല നിങ്ങളുടെ മേൽ അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തു, അറിവിലും അതുപോലെ തന്നെ ശരീരശക്തിയിലും അദ്ദേഹത്തിന് അല്ലാഹു തആല ബലം നൽകിയിട്ടുണ്ട്. മൂപ്പർക്ക് നല്ല ഇൽമുണ്ട്, അതുപോലെ തന്നെ കായ ബലത്തിൽ മൂപ്പർ ഉഷാറാണ്, നല്ല തടിയാണ്, ആരോഗ്യമുണ്ട്, പൈസകൾ നോക്കണ്ട. എന്നിട്ട് പറഞ്ഞു, വല്ലാഹു യുഅതി മുൽകഹു മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു പറയാണ്, പിന്നെ അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു തആല അധികാരം കൊടുക്കും. അള്ളാഹ് വിശാലമായവനാണ്, കൊടുക്കുന്നവനാണ്, അറിവുള്ളവനാണ്. ആർക്കൊക്കെ കൊടുക്കണ്ടല്ലേ കോനറിയാം. നിങ്ങളെ രാജാവ് പാല നിങ്ങൾ ചോദിച്ചതാണ്, ഇനി മൂപ്പരൻ നിങ്ങളെ രാജാവ്. അപ്പോൾ ഇവര് പറഞ്ഞു നല്ല കാര്യങ്ങളാണ്. ഇവര് പറയാണ്, മൂപ്പര് രാജാവാണെന്നുള്ളതിന്റെ തെളിവുണ്ടായി. ഇനിയിപ്പോൾ അതിന് തെളിവ് പ്രവാചകനാണെന്നുള്ളതിന് രേഖ കൊടുക്കലുണ്ട്. അതിൽ അള്ളാഹ് കൊടുത്തു. എന്താ അറിയാമോ? ഇവർക്ക് ഈ ഇസ്രായേലികൾക്ക് പണ്ട് ജൂതന്മാർക്ക് ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഒരു പെട്ടി, ഒരു നല്ലൊരു പേടകം. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ മൂസാ നബിയുടെ വടി, അതുപോലെ തന്നെ മൂസാ നബിയുടെ ചെരുപ്പ്, ഇഖ്ലായിലേക്ക് അറിഞ്ഞില്ല, സീന പർവ്വതത്തിൽ വെച്ചാൽ ചെരുപ്പിന് ഒരു ചെളിയാണ്, ആ ചെരുപ്പാണ്. പിന്നെ ഹാറൂ നബിയുടെ തലയകട്ടുണ്ടായിരുന്നു, തലപ്പാവ്, പിന്നെ തൗറാത്തിന്റെ കുറച്ച് പലകങ്ങൾ, ഇതൊക്കെ വെച്ചൊരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടി എന്ത് ചെയ്തു? ഇവർ തട്ടിയെടുത്തു. അത് ഇവരെന്താ വെച്ചാൽ എന്തൊരു പ്രയാസം വന്നാൽ ആ പെട്ടി വെച്ചിട്ടാണ് ദ്വാരക്കുക. അപ്പോൾ ദ്വാരക്കുള്ള ഉത്തരം കൊടുക്കും. അതിന് വർക്കത്തുണ്ട്. അതാണ് നമ്മൾ ഈ സുന്നികളായ നമ്മൾ ചില വർക്കത്ത് പറയേണ്ടതാണ്. അത് കുതിരാക്കല്ല, ശരിക്കുള്ളതാണ്. അങ്ങനെ ഈ പെട്ടി നഷ്ടപ്പെട്ടതിൽ ഒരു ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആ പെട്ടിന് എത്തിച്ചെന്നാൽ ഈ ത്വാലൂത്ത്
പിന്നെ അള്ള ഏൽപ്പിച്ച രാജാവാണെന്നുള്ളതിന് നിങ്ങൾക്ക് ആ പെട്ടിന് എത്തിച്ചെന്നാ പോരെ. അതാണ് പ്രവാചകൻ പറയുന്നത്, വഖാല ലഹും നബിയുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂത്ത്. അദ്ദേഹം രാജാവാണ് എന്നതിനുള്ള രേഖ, അദ്ദേഹത്തിന്റെ രാജാധികാരത്തിനുള്ള ദൃഷ്ടാന്തം അൻ യഅതിയകുമുത് താബൂത്ത്, നിങ്ങൾ ആ പെട്ടി നിങ്ങൾക്ക് എത്തിച്ചു തരലാണ്. ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, അതിനാണല്ലോ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനമുള്ളത്. കാരണം അത് മുഖേനയാണ് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ വലിയ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് സിയാറത്ത് ചെയ്ത് പോന്നാൽ ഓലോടല്ലേ ചോദിക്കേണ്ടത്, അള്ളാനോട് തന്നെയാണ്. ആ സ്ഥലത്തിന്റെ ഭാഗത്താണ് അങ്ങനത്തെ ഹദറത്തിൽ വെച്ചിട്ട് ചോദിക്കുക എന്നുള്ളത്. ഇപ്പൊ മക്ക അങ്ങനെയുള്ളോ, അള്ള മക്കത്തോട് ഏറ്റവും അടുത്തോണ്ടല്ലോ മക്കയിൽ ദ്വാരന്നാൽ വേഗം ഉത്തരം കിട്ടേണ്ടത്. അതാ സ്ഥലത്തിന്റെ മഹത്താണ്. അർദ്ധരാത്രി ഫാക്ടറികളൊക്കെ അടച്ചു, വണ്ടിന്റെ ഒച്ചപ്പാടൊന്നുമില്ല, കമ്പനികളൊക്കെ അടച്ചുകൊണ്ട് പഠിച്ചോ കേൾക്കുന്നുള്ളോ, അങ്ങനെയാണോ രാത്രി ദ്വാരന്ന ഉടനെ ഉത്തരം? അല്ലല്ല, അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. എന്നപോലെ ഇവർക്കൊരു സക്കീനത്ത് കിട്ടല് ഈ ഒരു താബൂത്ത്, ഈ ഒരു പെട്ടി, ഈ പേടകം മുന്നിൽ വെച്ച് ദ്വാരക്കുമ്പോഴാണ്. അത് നിങ്ങൾക്കാണ് എത്തിച്ചെന്നാ പോരെ. അങ്ങനെ അത് എത്തിച്ചു കൊടുത്തു. പിന്നെ അംഗീകരിക്കല്ലാതെ കോലല്ല. അങ്ങനെ ഇവരോട് എന്ത് ചെയ്തു? യുദ്ധം ചെയ്യും. ഇനി നോക്കൂ, ഇനി നമ്മൾ പറയാൻ പോകണ്ട എന്താ അറിയോ, ഇവർക്ക് പിന്നെ നമ്മൾ ഒരു കാര്യം നന്മ പറഞ്ഞാൽ അത് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ട് കേൾക്കണില്ലെങ്കിൽ അള്ളാഹു തആല ചിലപ്പോൾ വലിയ പരീക്ഷണം തരുന്നതാണ്. അങ്ങനെ ഇവർക്ക് അള്ളാഹു തആല പരീക്ഷിച്ചു. അതായത് ഇവർ അങ്ങനെ പിന്നെ ഈ ജാലൂത്ത് എന്ന് പറഞ്ഞ ഈ ഭരണാധികാരിയോടും അവന്റെ പട്ടാളത്തോടും യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ കുറെ ആൾക്കാർ പിന്മാറിട്ടോ, കുറെ ആൾക്കാർ പിന്മാറി, വലിയ വർത്തമാനം പറഞ്ഞ കുറെ ആൾക്കാർ പിന്മാറി. എന്നാ കുറച്ച് ആൾക്കാർ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്ന ആളുകളൊക്കെ അടക്കം എല്ലാവരും കൂടി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ സംഭവം നടന്നു. അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് അല്ലാഹു തആല ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കേട്ടില്ല. അപ്പോൾ ചെറിയൊരു പരീക്ഷണം കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടി അവരെ പരീക്ഷിക്കണം. ഒരു പറഞ്ഞാൽ കേൾക്കില്ല നോക്കുകയാണ്. അതൊരു പരീക്ഷണമാണ്. ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്. ജോർദാനിന്റെയും ഫലസ്തീന്റെയും ഇടയിലുള്ള ഒരു പുഴ ഉണ്ട്. ആ പുഴ വിട്ട് കടന്നിട്ട് വേണം ഇവർക്ക് പോകാൻ. അപ്പോൾ അവരോട് പിന്നെ അള്ളാന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ പറഞ്ഞു, പോകുമ്പോൾ പുഴയിൽ നിന്ന് ആരും വെള്ളം കുടിക്കരുത്. അഥവാ കുടിക്കുകയാണെങ്കിൽ ഒരു കയ്യിന്റെ ഇങ്ങനെ കോരിയെടുത്താൽ അത്ര ഉണ്ടാവും. ഒരു കയ്യിൽ കോരിയെടുത്താൽ അത്ര വെള്ളം ആകെ കുടിക്കാൻ പാടുള്ളൂ, അല്ലാതെ കുടിക്കരുത്. അല്ലാതെ നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണം വരുന്നതാണ്. നല്ലൊരു ഉപദേശം കൊടുക്കും. അതൊരു പരീക്ഷണമാണ്. അല്ല ഇപ്പോ പോയല്ലേ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, കുടിച്ചൂടെ പറഞ്ഞാൽ അതല്ല, നല്ല കുടിച്ചാൻ പറ്റിയ വെള്ളം കേട്ടോ, അങ്ങനത്തെ പുഴയാണ്. അങ്ങനെ വരും. അത് അതിനെ പറ്റി ഖുർആൻ പറയണം. ത്വാലൂത്ത് എന്ന മഹാൻ അദ്ദേഹം തന്റെ സൈന്യവുമായി പുറപ്പെട്ടു. ഇന്നല്ലാഹ, അദ്ദേഹം പറയാണ് തന്റെ ജനങ്ങളോട്, ഇന്നല്ലാഹ മുബ്തലീകും, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, അല്ലാഹു നിങ്ങളൊരു പുഴ കൊണ്ട് പരീക്ഷിക്കുകയാണ്. ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ, ആ പുഴയിൽ നിന്ന് ആരെങ്കിലും കുടിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. വമൻ ലം യത്അമുഹു, അതിൽ നിന്ന് കഴിക്കാത്തവർ ഫഇന്നഹു മിന്നീ, അവൻ എന്നിൽപ്പെട്ടവനാണ്. ഇല്ലാ മൻ ഇഗ്തറഫ ഉറഫ, അവന്റെ ഒരു കൈക്കൂമ്പിളിൽ കോരിയെടുക്കുന്നതൊഴികെ, ബിയദിഹി, അവന്റെ കൈക്കൂമ്പിളിൽ കോരിയെടുക്കുന്നതൊഴികെ അത് കുടിക്കാം, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലം മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ചെറിയൊരു ന്യൂനപക്ഷമൊഴിച്ച് ബാക്കിയൊക്കെ പള്ള നിറച്ചണ് കുടിച്ചു. നാഗർ കുടിച്ചു. ഒരു കൈകൂമ്പിളേ കുടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. പുഴ എങ്ങനെ മുറിച്ചടക്കുമ്പോ ഇവർക്ക് തോന്നി, എത്താ ഇതൊക്കെ വർത്താനം, അല്ലെങ്കിൽ ഈ കണ്ട സാധനം ഇവിടെ ഉണ്ടാവും, ഇപ്പൊ എന്തിനാ ഒരു കൈക്കുമ്പിള്. അങ്ങനെ എന്ത് ചെയ്തു അറിയോ, ആ പിന്നെ ഉപദേശം അള്ളാഹുവിൽ നിന്നുള്ളത് അങ്ങനെ തന്നെ പാലിച്ച ആൾക്കാരുണ്ടല്ലോ, ഓല് ഒരു കൂമ്പിള് വെള്ളം മാത്രം കുടിച്ചു. പഠിച്ച ഓൽക്ക് കൊടുത്തുന്ന കാര്യങ്ങള്, അതുകൊണ്ട് അവന്റെ ദാഹം മാറി, വിശപ്പ് മാറി, ഓൽക്കൊരു പ്രശ്നമില്ല. മറ്റൊരു വാശിയാട്ടി കുടിച്ചല്ലോ, പള്ള നിറഞ്ഞ് ചെയ്ത് ദാഹം മാറിയതുമില്ല. അങ്ങനെ ഇവര് അവശരായി. അങ്ങനെ ഇവര് അപ്പുറത്തെത്തിയപ്പോ പിന്നെ ഈ മറ്റൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയൂല, ജാലൂത്തിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നിട്ട് ഒരു പിന്മാറി. ഈ ഒരു കൈക്കുമ്പിളിൽ മാത്രം വെള്ളം കുടിച്ച ആളുകളുണ്ടല്ലോ, ഒരു ചെറിയൊരു ന്യൂനപക്ഷമാണ്. ഇവന്റെ പട്ടാളം ആ സമയത്ത് 80,000 പട്ടാളക്കാർ അഗ്നി നിരന്നിട്ടുണ്ട് ജാലൂത്തിന്റെ. അതിന്റെ അടിയിക്കാ പോകണ്ടേ. അപ്പൊ നമ്മളെ കൂട്ടത്തില് ഒരു പിന്നെ നല്ലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പേരാണ് ദാവൂദ്. അതാണ് നമ്മളെ ദാവൂദ് നബി. അന്ന് നബിയല്ല,
നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ഭയങ്കര ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ തോലൂത്ത്, നമ്മളടുത്ത് ആയുധങ്ങളും കമ്മിയാണ്, ആൾബലവും ഇല്ല. അപ്പോൾ തോലൂത്ത് എന്ത് ചെയ്തു, പിന്നെ ഈ ദാവൂദ് നബിയോട് പറഞ്ഞു, നബി ആയിട്ടില്ല അന്ന്, ദാവൂദിനോട് പറഞ്ഞത്, പിന്നെ ഈ യുദ്ധത്തിൽ ജാലൂത്തിനെ നീ കൊല്ലുകയാണെങ്കിൽ എൻ്റെ മോളെ എനിക്ക് കല്യാണം ചെയ്തു തരും. ഒന്നാമത്തോ. രണ്ടാമത്തത്, പിന്നെ അധികാരത്തിൽ പങ്കാളിത്തണ്ടാവും. പിന്നെ തോലൂത്തിന് വലിയ മുതലൊന്നുമില്ല, എന്നാലും ഉണ്ടല്ലോ കുറച്ചെന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിൻ്റെ നേരെ പൗതിയാണ്. അപ്പം എൻ്റെ പെണ്ണിനെ കെട്ടിച്ചേരും, എൻ്റെ മുതലിൻ്റെ പൗതിയരും, അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാവും. ആഭ്യന്തരമൊക്കെ തരാറില്ല, അതേമാർക്ക് അധികാരത്തിലൊരു പങ്കാളിത്തം ഉണ്ടാവുന്നതാണ്. മഹാനായ പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാലൂത്തിൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ അയാൾ ചിരിച്ചു, ബനാഫയുടെ തന്നെ പുച്ഛിച്ചിട്ട്. പക്ഷെ അള്ളാഹു തആല പ്രത്യേക കൈവണ കൊടുത്തു, ജാലൂത്തിനെ വധിച്ചു കളഞ്ഞു. അങ്ങനെ അവര് പിന്നെ എന്ത് ചെയ്തു, ഈ മോമിനീങ്ങളായ ആളുകളെ, ഈ കുറഞ്ഞ ആൾക്കാരുള്ളല്ലോ, ഓരോ അള്ളാഹിനോട് ഇങ്ങനെ ദുആയിരുന്നു അത്രേ. ആ ദുആണ് നമ്മളെപ്പോഴും ദ്വാരക്കേണ്ട ഒരു ദുആ, ഖുർആനിൽ പ്രാർത്ഥിക്കേണ്ട ഒരു ദുആ. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഫലസ്തീനികളെപ്പോഴും ഒന്നായത്താണത്, ഫലസ്തീനികളെപ്പോഴും ഒന്ന് ആയത്താണത്, പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന പണ്ട് പിന്നെ തോലൂത്തിന്റെ ആളുകൾ, നമ്മളെ ആളുകൾ അന്ന് പ്രാർത്ഥിച്ചതാ. എന്താ അതിന്റെ അർത്ഥം? റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ, പടച്ചോനെ റബ്ബേ ഞങ്ങൾക്ക് നീ സബ്റിനെ ചൊരിഞ്ഞു തരണമേ. കുറച്ചൊന്നും പോരാ, അത് കോരി തരണം, ചൊരിഞ്ഞു തരണം. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. അപ്പൊ നമ്മളെ അന്നബലും ആയുധം ഇതൊന്നുമല്ല, അതുകൊണ്ടൊന്നല്ല വിജയം. എന്ത് വേണം? ഈമാന് വേണം. ഈ ലക്ഷത്തോടടുത്ത ഈ സേനയോട് ഇവർ കുറച്ചാൾക്കാർ ഏറ്റുമുട്ടാണ്. ഏറ്റുമുട്ടിയിട്ട് വിജയം കിട്ടിയെന്ന ഖുർആൻ തന്നെ പറയുന്നത്. ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അള്ളാന്റെ വേണ്ടുക പ്രകാരം ആ ശത്രു സൈന്യത്തെ ഓടിച്ചു വിട്ടു അവര്. വഖതല ദാവൂദു ജാലൂത്ത്, ദാവൂദ് നബി ജാലൂത്തിനെ വധിച്ചു കളഞ്ഞു. വആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ, അതോടുകൂടെ അദ്ദേഹത്തിന് അല്ലാഹു രാജാധികാരവും അതുപോലെ നബുവത്തും നൽകി. വഅല്ലമഹു മിമ്മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ചത് പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് പടയങ്കി നിർമ്മിച്ചതും ഇരുമ്പിന്റെ നെറ്റുകൾ നിർമ്മിച്ചതൊക്കെ. അത് വേറെ ആർക്കും കിട്ടാത്ത അദ്ദേഹത്തിന് കൊടുത്തതാ. എന്തായി? തോലൂത്ത് പറഞ്ഞു എന്റെ സ്വത്തിന്റെ പൗതി തരണ്ട്, അധികാരത്തിൽ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ദാവൂദ് നബിക്ക് ഒരു നല്ലൊരവസരം മൂപ്പരവസരത്തിനൊത്ത് ഉയർന്നു. ആ ഉയർന്നപ്പോ പ്രവാചകത്വട്ടം ചോദിച്ചാൽ കിട്ടാത്ത സാധനമാണല്ലോ, അധ്വാനിച്ചാൽ കിട്ടാത്തതാണ്, പരിശ്രമിച്ചാൽ കിട്ടാത്തതാണ്. പക്ഷെ അദ്ദേഹം വേറെ നിലക്ക് പരിശ്രമിച്ചതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഈ കഥയിൽ നമുക്കുള്ള പാഠം എന്താ വെച്ചാല്, നല്ല കാര്യങ്ങൾ പറയുമ്പോ, ഉത്തരവാദപ്പെട്ടവർ പറയുമ്പോ അത് കേട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോ കുറച്ച് റിസ്കുകളൊക്കെ പഠിച്ചാൽ തരും. അതാണ് ഇവർക്ക് വെള്ളം കുടിക്കരുത് എന്നാണ്. ഇങ്ങോട്ട് ഒരു കൂട്ടർ എന്ത് ചെയ്ത് കുടിക്കരുത് എന്നാ കുടിക്കരുത്, അത് കേട്ടു. അപ്പോൾ ഓൽക്ക് നല്ല സൗകര്യം അള്ളാഹു കൊടുത്തു. എന്താ ഇപ്പൊ കുടിച്ചാലെന്ന് വെച്ചിട്ട് വെള്ളമല്ല അത്. ഇതിനൊക്കെ ഇപ്പോൾ വെറുതെ മസാല അറിയണോ? നല്ല കുടിച്ചു, ഓൽക്കൊട്ട് ദാഹം മാറിയതുമില്ല, രോഗികളായും ചെയ്തു, ആകെ അവസരമായി, പണി കിട്ടി. അപ്പൊ നമ്മളെന്ത് ചെയ്യാ? ഇപ്പോ പിന്നെ ആലി ഇമ്രാനിൽ അല്ലാഹു പറയുന്നുണ്ട്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമൂഹം. പക്ഷെ ഡിമാൻഡ് ഉണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നന്മ കൽപ്പിക്കും നിങ്ങൾ, തിന്മ വിരോധിക്കും നിങ്ങൾ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യും. ഈമാൻ മൂന്നാമത്തെ അട്ട പറയണ്ടവിടെ. എന്താ അങ്ങനെ കാരണം? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക പറഞ്ഞിട്ടാ ഈമാനെ പറ്റി പറഞ്ഞു. അതിന്റെ കാരണം എന്താ പറയുക? നിങ്ങള് ഈമാനുള്ള ആളുകളിൽ തന്നെ ഇല്ലാതെ പോകുന്ന ഒരു കാര്യം. ഞാൻ അതിനൊന്ന് പറയാതെ എന്തിനാ നമ്മൾ പറയണു? അങ്ങനത്തെ വിഷയം നമ്മൾ പറയണ്ട, അല്ലാതെ നമ്മൾ പറയേണ്ടി വരും. നമ്മളൊരു കടമയാണ്, അത് നമ്മൾ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങേണ്ടത്. നമ്മളെ തട്ടകത്തുനിന്ന് ആദ്യം തുടങ്ങേണ്ടത്. ചെറിയ തട്ടകത്തിൽ തീരെ പറയില്ല, വലിയ വലിയ പ്രഭാഷകരൊക്കെ ഉണ്ട്. വീട്ടിൽ പോയി നോക്കിയാൽ ആകെ കട്ട പുകയ്ക്കണം. ഞാനങ്ങനെ കണ്ടു, അത് ഞാൻ പറയാൻ കാരണം കല്യാണത്തിന് പോയതാണ്. ഇതാണ് എൻ്റെ കുട്ടിയാറിന് കൊടുക്കുന്ന കാണിച്ചത്. ആ കുട്ടിൻ്റെ മുടി ഇങ്ങനെ ഞാൻ ആകെ അന്തം വിട്ടു.
ആ കുട്ടീൻ്റെ മുടി ഇങ്ങനെ കാണും. ഒരു ഓന്തിനെ കയറ്റിച്ചായിരിക്കും തലയിൽ, അല്ലെങ്കിൽ ആ വവ്വാലിയും ബി അടക്കണ്ടായിരിക്കും. എന്തൊക്കെയാണ് കാട്ടിയിട്ടുണ്ടാ നിങ്ങൾ? ഉസ്താദിൻ്റെ കുട്ടിയാണ്. എന്തൊരു കഷ്ടം. മൊല്ലാക്കാൻ നിന്ന് പാത്ത് കുട്ടികളോട് പിന്നെ ഒരു മരത്തുമ്പോ കയറി പാത്തൂല തലീക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇയാൾ പഠിപ്പിക്കേണ്ട കുട്ടികളോട് ഇപ്പോൾ പറഞ്ഞാൽ എങ്ങനെയാ ചോദിച്ചാൽ ആ കുട്ടികൾ കല്യാണത്തിന് എന്താ എങ്ങനെ ഉണ്ടാവും ശിഷ്യന്മാര്? അറിയില്ല. അതൊക്കെയല്ലേ ശ്രദ്ധിക്കണ്ടേ, അതൊക്കെയല്ലേ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ആകെ പെട്ടുപോകൂലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ആൾക്കാരെ ഈമാൻ എന്ത് ചെയ്യാണ്, പോകാനുള്ള പണിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ തോന്നും ഒരു വിവരമില്ലാത്ത സാധാരണക്കാരന് എത്ര ഉഷാറാ തോന്നിപ്പോവും ചിലതൊക്കെ കാണും. ഇവിടെ വളരെ കമ്മിയാണ്, നല്ല വറയുണ്ടാവും, നല്ല തക്കവുണ്ടാവും. അത് തോന്നിപ്പോ നമ്മളൊക്കെ എത്ര ഉഷാറാണ് തോന്നിപ്പോ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ കടമുണ്ട്. ഇവിടെ ഈ ആയത്തിനാ പറയുന്ന പ്രയോഗം തന്നെ നോക്കുങ്ങൾ. വലാകിൻ ദിക്റാ ലഅല്ലഹും യത്തഖൂൻ. എങ്കിലും നിങ്ങൾക്ക് എന്താ കടമ? ഉത്ബോധനം. ലഅല്ലഹും യത്തഖൂൻ, അവര് തഖ്വയുള്ളവരായേക്കാം. അതിലൊരു പോയിന്റ് ഉണ്ട്, എന്താ അറിയോ? നമ്മള് മുൻധാരണ വേണ്ടെന്നാണ് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ എങ്ങനെ നന്നാകാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു 22 കൊല്ലത്തോളായി നിരന്തരം എൻ്റെ കൂടെയുള്ള ഒരാളുണ്ട്. അയാളെ വാപ്പനോട് പറഞ്ഞത്, നിങ്ങളെ ഏൽപ്പിച്ചുട്ടോ, എന്നെ അണഞ്ഞൂട്ടി പിടിച്ചാണ്. അതിന്റെ കാരണത്തിന് ഒരു നിലക്കും നോക്കിയിട്ട് ആള് ശരിയാവില്ല, തിരിച്ചുകൂലി ഒന്നുമില്ല. അങ്ങനെ ഈ പറയപ്പെട്ട സ്ഥലത്ത് നമ്മളെ ഖുർആൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ ഖുർആൻ ക്ലാസിന്റെ ഒരു വാർഷികം ഉണ്ടായിരുന്നു. ഈ പറയപ്പെട്ട സഹോദരന്റെ പെരന്റെ മുന്നിലേന് സ്റ്റേജ്, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, നേരെ പെരന്റെ മുന്നിൽ. അയാൾ എന്നെ പിന്നെ എന്നോട് പറയുന്ന രംഗങ്ങളെ. അപ്പൊ അയാളെ ഉമ്മ പറഞ്ഞ പോലെ, ജേതാലതിനൊന്നും പോലും നമ്മളെ പെരന്റെ മുന്നിലാണ്, അതേലൊന്ന് കേട്ടളാണെന്ന് പറ. അപ്പൊ ആ വാശിക്ക് പെരയിന്ന് ഇറങ്ങിപ്പോയി. കാരണം ഇത് കേൾക്കാൻ എല്ലാവരും അന്ന് എനിക്കറിയാം, വാർഷികത്തിന് പിന്നെ നമ്മളെ ക്ലാസ്സിന് എല്ലാവരും അങ്ങോട്ട് വരുമ്പോൾ ഇയാളവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അങ്ങാടിയിൽ ഇവർക്കൊരു ക്ലബ്ബ് ഉണ്ട്, ആ ക്ലബ്ബ് പോയി. ആ കുട്ടികൾ അങ്ങോട്ടൊരു ബോക്സ് വെച്ചിരുന്നു. ക്ലബ്ബക്ക് വെച്ചല്ല, അങ്ങാടിയിൽ വെച്ചാണെന്ന്. ഇത് നേരെ അങ്ങോട്ടാ കേൾക്കുക. അങ്ങനെ ഇയാൾ ക്ലബ്ബിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇയാളെ ആൾക്കാർക്ക് എപ്പോഴത് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അയാൾ എന്നോട് പിന്നെ പറഞ്ഞതാണ്, എനിക്കിട്ട് കൊട്ടിയതാണ് എനിക്ക് തോന്നി. അയാൾ പറയാണ്, നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ അവിടുന്ന് ഇറങ്ങി പോന്ന് കണ്ട് വേഗം പെരി പോയി കണ്ട് ഡ്രസ്സ് മാറി കണ്ട് ഈ ക്ലാസ്സിൽ വന്നിരുന്നു. പിന്നെ പിറ്റത്തെ ആഴ്ച സുബൈക്കാണ് അവിടെ ക്ലാസ്. അയാൾ വന്നു, എൻ്റെ അടുത്ത് വന്നു. അയാള് ഇന്ന് വരെ അയാൾ നമ്മളൊപ്പുണ്ട്. അയാളെപ്പന്നെ അണഞ്ഞൂട്ടിന് വിളിച്ചു, നിങ്ങൾ ഇവിടെ കിട്ടോ, നമ്മളെല്ലാ പണിയും നോക്കിയതാണ്. എന്തറിയോ നമ്മള്? അപ്പോ അന്ന് 10-22 കൊല്ലായി അത്. ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ട ഇന്നിപ്പോൾ അയാളെ സുബൈൻ്റെ ഒരൊറ്റ ജമാഅത്തെ ഒഴിവാക്കില്ല. നല്ല മനുഷ്യനാണ്. ഒരായത്ത് തടി കയറിയതാണ്. അതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും ഒരു മുൻധാരണ വെച്ച് തള്ളാൻ പറ്റില്ല, ആരാണ് ഇതിന് ശരിയായി കിട്ടാൻ. അതാണ് ഇവിടെ പറയുന്നത്, ലഅല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ളവരായേക്കാം. ഒറ്റായത്ത് കൂടി, വദരില്ലദീന, നമുക്ക് വളരെ ഗൗരവമുള്ളൊരായത്താണ്. വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ, പരിശുദ്ധ ദീനിനെ കളിയും തമാശയുമാക്കിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ വെടിഞ്ഞോളൂ. അത് വെടിഞ്ഞോളൂ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനൊന്നും കൂടി കൊടുക്കണ്ട, ഓൽക്കും ഈ പറഞ്ഞൊക്കെ ബാധകമാണ്. പറഞ്ഞു കൊടുത്തിട്ട് ഓല് കേൾക്കണില്ലെങ്കിൽ ഇനി ഓലപ്പം നിന്നാൽ നമ്മളും കൂടി പേച്ചവും മാറുക. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹികമായ ജീവിതം അവരെ വഞ്ചിച്ചിരിക്കുന്നു. ഐഹിക ജീവിതം ജീവിതം ഒല വഞ്ചിച്ചു പറഞ്ഞാൽ എന്താ? ഒലയിൽ വഞ്ചിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, പിന്നെ 2 കാര്യത്തിൽ നിങ്ങൾ വഞ്ചിതരാണെന്ന്. 2 കാര്യത്തിൽ നിങ്ങൾ വഞ്ചിതരാ. അതേതാ? അസ്സിഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയം, മറ്റൊന്ന് ആരോഗ്യം. അതിനൊക്കെ അവർക്ക് തന്ന അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നതിന് പകരം അതൊക്കെ അള്ളാഹ്ക്കെതിരെ തിരിച്ചു. അപ്പോൾ ഭൗതിക ജീവിതം അവരെ വഞ്ചിച്ചു. വദക്കിർ ബിഹി, അള്ളാഹു പറയാണ്, വദക്കിർ ബിഹി, അങ്ങനെയുള്ള ആളുകളോട് ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. എന്തിനാണത്? അൻ തുബ്സല നഫ്സും ബിമാ കസബത്,
ഓരോരുത്തരും ഓരോ വ്യക്തിയും അവൻ ചെയ്ത തെറ്റുകൾ കാരണം ശിക്ഷിക്കപ്പെടും. അത് ഇല്ലാതിരിക്കാൻ, ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ അവർക്ക് നിങ്ങൾ ഉത്ബോധനം നടത്തിക്കോളിയും. അങ്ങനെ വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്ബോധനം കേട്ട് തൗബ ചെയ്ത് നന്നായാൽ മതിയല്ലോ. അപ്പൊ ശിക്ഷ അവർക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാ, അവരെ ഉപദേശിക്കുക. അള്ളാഹു പറയാണ്, എന്നിട്ട് വീണ്ടും പറയാണ്, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീഅ്. അല്ലാഹുവിനെ കൂടാതെ അവർക്ക് ഒരു രക്ഷാകർത്താവോ ഒരു ശുപാർശകനോ ഇല്ലാത്ത ഒരു ശിക്ഷ, ഒരു ദിനത്തെ ശിക്ഷ വരുന്നുണ്ട്. യാമനാൾ ശിക്ഷിക്കപ്പെടുമ്പോ അവിടെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, രക്ഷാകർത്താക്കളായിട്ട് ആരും ഉണ്ടാവില്ല, ശുപാർശ ചെയ്യാൻ ആരും വരില്ല. മുത്തനബിന്റെ ശുപാർശയിൽ പെടണമെങ്കിൽ എനിക്ക് അടിസ്ഥാനപരമായിട്ട് കുറെ നിബന്ധനകളുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇത് വരാണ്ട് എന്നുള്ളത് പോലെ എന്ത് ചെയ്തോളി, ഒന്ന് ഓർമ്മപ്പെടുത്തിക്കളി. ഖുർആൻ കൊണ്ട് ഉപദേശം, وَإِن تَعْدِلْ كُلَّ عَدْلٍ لَا يُؤْخَذْ مِنْهَا. സർവം തന്റെ കൈവശമുള്ള സർവം ദണ്ഡം കൊടുത്താൽ പോലും, ദണ്ഡം കൊടുക്കാൻ കൈക്കൂലി കൊടുക്കുക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അങ്ങനെ കൊടുത്താൽ പോലും അതെന്ത് ചെയ്യൂല, അങ്ങനെ കൊടുക്കാൻ കഴിയൂല. സങ്കല്പിച്ചാൽ മതി, നമ്മൾ എന്തെങ്കിലും കൊടുത്താലാണ് കഴിച്ചിലാകാവോ അറിയില്ലേ. ഇവിടെ ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കും. ജഡ്ജിമാരെ വരെ വേണമെങ്കിൽ സ്വാധീനിക്കാന്ന് പറയണൊക്കെ അല്ലാഹുവല്ലോ. ഞാൻ വലിയ ആരെങ്കിലും ഇന്റലിജൻസ് ഒക്കെ വന്നാണ്ട് ഏത് ജഡ്ജിയാണ് ആരോ പറഞ്ഞു വെച്ചാൽ കൊടുക്കും. അതാണ് അങ്ങനെ കരുതി പറയാനും പേടിയാണ്. അങ്ങനെ പറഞ്ഞൊക്കെ എഴുത്തിൽ ഇതിലൊക്കെ കാണാം, ലേഖനങ്ങളിലൊക്കെ ഉണ്ട്, നമ്മളവിടെ ഉണ്ട് എന്നല്ല. അപ്പൊ നമുക്കിവിടുന്ന് പോണല്ലോ പറഞ്ഞില്ലേ, പണ്ട് സാഹസിലും പ്രസംഗിച്ചപ്പോഴേ ഉസ്താദിനോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതിൽ ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കാട്ടിൽ തുടങ്ങിയാണ്. അപ്പോൾ ഉസ്താദിന് പേടി, റബ്ബേ ഇവിടുന്ന് ഇത് കഴിഞ്ഞാണ്ട് പോകാൻ പറ്റൂലേ, ഞാൻ ഇവിടുത്തെ കാര്യമല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അന്ന് കഴിച്ചിലായി പോകാൻ വേണ്ടി എന്നമാർക്ക് നമ്മൾ കരുതി പറയണല്ലോ. നോക്കൂ, എല്ലാവർക്കും അറിയാം ചില രഹസ്യമായ പരസ്യങ്ങൾ, എല്ലാവർക്കും അറിയാം. അപ്പോ നാളെ പരലോകത്ത് നടക്കൂല. അള്ളാഹുവിന്റെ അരികെ എന്തെങ്കിലും ദണ്ഡം കൊടുത്തിട്ട്, കൈക്കൂലി കൊടുത്തിട്ട് കുറ്റവാളി കൊതിക്കും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീഹി. കണ്ടോ, മക്കളെ തര പഠിച്ചവനെ എന്നത് കഴിച്ചിലാക്കുവോ? ഇത് സ്നേഹക്കാരോട് മക്കളാണ് വിട്ടാരാ, നമ്മളൊന്ന് കഴിച്ചിലാക്കുവോ? ഭാര്യനെ വിട്ടാരാ, ഭർത്താവിനെ വിട്ടാരാ, ജ്യേഷ്ഠന്മാരെ വിട്ടാരാ, കുടുംബക്കാരെ വിട്ടാരാ, വംശില്ലർദ് ജമിയ എന്നാ ലാസ്റ്റ് പറയാ, ലോകത്തുള്ള മുഴുവൻ തരാ സുമ്മയുൻജി. പിന്നെ തനിക്കൊരു രക്ഷ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു പറയാ, കല്ല, വേണ്ട മോനെ, നടക്കൂല. ഇവിടെ അതന്നെ പറയുന്നത്. ഈ കാര്യം എന്ത് ചെയ്യാ, ഒന്ന് ഓരോ ഓർമ്മപ്പെടുത്തുക. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ. അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ശിക്ഷ നൽകപ്പെടും. അങ്ങനെയുള്ള വിഭാഗമാണ് അവർ. ലഹും ശറാബും മിൻ ഹമീം. അവർക്ക് പാനീയമായിട്ട് ചുട്ടു തിളക്കുന്ന വെള്ളമുണ്ട്. വഅദാബുൻ അലീം. കഠിനമായ അദാബുമുണ്ട്. ബിമാ കാനൂ യക്ഫുറൂൻ. അവർ സത്യനിഷേധികളായ കാരണത്താൽ. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടു തിളക്കുന്ന വെള്ളമാണ്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നലദൈന അൻകാലം വജഹീമാ വതഅമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. ആ ആയത്തിൽ പറയുന്നത്, ഇന്നലദൈന, നമ്മൾ ഒരുക്കി വെച്ചിട്ട് നമ്മളെ പക്കലുണ്ട്, അൻകാലൻ, ചങ്ങലകളുണ്ട്, വജഹീമൻ, ജഹീം എന്ന നരകമുണ്ട്, വതഅമൻ ദാ ഗുസ്സ, തൊണ്ടയിൽ കുടുങ്ങിപ്പോകുന്ന ആഹാരം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതൊക്കെയാണത്. ഇവിടെ ഒരു ചുട്ടു തിളക്കുന്ന വെള്ളത്തെ പറ്റി പറഞ്ഞ് തണുത്തുറച്ചു നിൽക്കുന്ന ഒന്നും കൂടിയുണ്ട്. അതേതാണ്? അതിനാണ് എന്ത് പറയാ റസാഖ് എന്ന് പറയാ. അത് ഭയങ്കര തണുത്തതാണ്. തണുപ്പൊരാശ്വാസക്കാരെന്ന് കരുതരുതേ, ചൂടിനേക്കാൾ പ്രശ്നമാണ് അത്രേ തണുപ്പ്. അത് ചരമാണത്, രക്തവും ചലവും കൂടിയതാണത്. കോടിക്കണക്കായ നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതാണത്. അതെ, അപ്പൊ നമ്മൾക്കിങ്ങനെ തോന്നിപ്പോ പഠിച്ചനെ അത്രയൊക്കെ വേണ്ടിയിരുന്നോ. ഫൈനലി നമുക്കിവിടെ നല്ല റൂട്ട് പറഞ്ഞത് അല്ലേ? അതിനല്ലേ അല്ലാഹു തആല നമുക്ക് നല്ലൊരു റൂട്ട് കൂടെ പറഞ്ഞത്. അന്നാലോചിച്ച് നോക്കൂ, ആ റൂട്ടിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റിയതുമാണ്. ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അള്ളാഹിനെ പറ്റി ക്രൂരെന്ന് പറയാൻ പറ്റൂല. നമുക്ക് ഒന്നും വേണ്ട. ഒരു രാജാവ് തന്റെ പ്രജകൾക്ക് എല്ലാ സൗകര്യം കൊടുത്തു, ഭക്ഷണം, വസ്ത്രം, എല്ലാ നാട് ഭയങ്കര വികസനമാണ്, എല്ലാ സൗകര്യവും.
പക്ഷെ ചില നിബന്ധനകൾ രാജാവ് വെച്ചിട്ട് ആ നിബന്ധന ഇവർക്ക് സ്വീകരിക്കണമെങ്കിൽ ഒരു തടസ്സമില്ല. ആ ഏരിയ സർക്കാരിന്റെ സ്ഥലമാണ്, അത് രാജകുടുംബത്തിലാണ്, വേലിയെട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് ആരും വരരുത്, അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല, അവിടെ പിന്നെ നുഴഞ്ഞു കയറാൻ പാടില്ല. നമ്മൾക്ക് വേറുള്ളടത്ത് വലിയ കമ്മിയുണ്ടോ? ഒരു കമ്മിയില്ല. അപ്പോൾ ഒരുത്തടുത്ത് തോന്നാണ് എന്താ പണി നുഴഞ്ഞു കയറി. അപ്പോൾ അങ്ങനെ വരണുള്ളിടത്ത് ചിലപ്പോൾ ചില ജയിലുകളൊക്കെ ഉണ്ടാവും, പുറം ലോകമാണ് കാണൂല. അത്രക്കും ക്രൂരമായ ശിക്ഷയാണ്. കാരണം എന്താ, അത് ഓരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഒരു രീതിക്ക് ആൾക്കാർ വരാൻ പാടില്ല. എന്നാ മര്യാദക്കാണെങ്കിലോ നല്ല സൗകര്യം, ഇവർക്കല്ല വരുമാനമുണ്ട്, നാടിൽ വികസനം. ഇങ്ങനത്തെ ഒരു ഭരണാധികാരി ക്രൂരാണെന്ന് പറയാനില്ലല്ലോ. കാരണം ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കണ്ടല്ലോ. ഞങ്ങൾ അള്ളാഹു നോക്കി അള്ളാഹു നമുക്കെല്ലാം തരുന്നുണ്ട്. പിന്നെ അള്ളാഹു താല നമ്മളെ പടച്ച അള്ളാഹു നമ്മളിവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്. ഒരു കമ്പനി ഒരു മെഷീൻ ഇറക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പഠിപ്പിക്കുമല്ലോ, അങ്ങനെ തന്നെ വേണമല്ലോ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചെല്ലാം നമുക്ക് തന്ന അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അത് ചെയ്യാൻ കഴിയാത്തതാണ്. അല്ലല്ല, 5 നേരം നിസ്കരിക്കാൻ എന്താ, നോമ്പ് നോൽക്കാൻ എന്താണ്, നമ്മളോട് ചെയ്യാൻ പറഞ്ഞൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ വിലങ്ങടിച്ച് നിൽക്കുമ്പോൾ ശിക്ഷ ഉണ്ടാവും. അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ചോദ്യങ്ങൾ. നമ്മൾ റജബക്ക് കയറിയല്ലോ, ഒരായത്തിലുണ്ട് പിന്നെ മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരാള് ഒരു സുഹൃതം ചെയ്താല് അതിന്റെ 10 ഇരട്ടി കൂലിയാണ്. ആ ആയത്തിന്റെ തഫ്സീറിൽ ഇങ്ങനെ കാണുന്നുണ്ട്, റജബില് അത് 70 ഇരട്ടിയാവും, ഷഅബാനിൽ 700 ഇരട്ടിയാവും, റമളാനിൽ 1000 ഇരട്ടിയാവും മിനിമമാണ്. അപ്പോൾ ഈ 3 മാസങ്ങളിലല്ലാത്ത ദിവസങ്ങളിലാണ് ഏത് 10 ഇരട്ടിയാണ്. അവിടെ റജബിൽ കയറി കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കല്ല, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വരുമ്പോൾ 10 ക്ലാസ്സിൽ പങ്കെടുത്ത കൂലി കഴിഞ്ഞ 8 ക്ലാസ്സിന് കിട്ടി. ഇന്ന് 70 ആയുസുണ്ടെങ്കിൽ അടുത്ത മാസം 700 റമളാനിൽ 1000 ആവും. ഇത് മിനിമമാണ്. അല്ലാഹ് എത്ര വലിയ കാരുണ്യവാനാണ്. ഇനി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ റമളാൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തെറ്റുകൾ വന്നതാണ്. റമളാനിലൊക്കെ എല്ലാം ഉഷാറായി, പെരന്റെ പെയിന്റൊക്കെ അടിച്ചൊക്കെ ക്ലിയറായി, പൂർണ്ണമായിട്ട് കുടിയിരിക്കലടിക്കാമാർക്കാണ്. പിന്നെ ചൊവ്വാലായി, ചൊവ്വാല് കഴിഞ്ഞ് ദുൽഖഅദായി. അപ്പോൾ ഇതിനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊടിയായാൽ തുടങ്ങിയിട്ടാ, അവിടെ കുറെ പിടിച്ച് ചളിയായാൽ തുടങ്ങി. ഗൃഹപ്രവേശം കഴിഞ്ഞ് പെരന്റെ മാർക്ക് തന്നെ ഇനി അടുത്ത പെയിന്റടി തുടങ്ങുകയാണ്. രജബക്ക് കയറി റമളാനോടുകൂടെ പൂർത്തിയാവും. ഇതിങ്ങനെ വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മളെടുത്ത് ഒരുപാട് തെറ്റുകൾ വന്നില്ല. ഇനി നോക്കൂ, റജബാണല്ലോ, റാ റഹ്മത്തുള്ള, ജീമ് ജിറുമുൽ അബ്ദ് എന്നാണ്, ബാ ബിറുള്ള എന്നാണ്. അതായത് ജിറുമാന കുറ്റാണ്. അതായത് മനുഷ്യന്റെ അടുത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ വരും. അത് അള്ളാഹു ഗുണവാനാണ്. മാത്രമല്ല റഹ്മത്തുള്ളാണ്. അതാണ് റാ. ഓന്റെ റഹ്മത്ത് എപ്പോഴും കിട്ടും. അതായത് നമുക്ക് മഗ്ഫിറത്ത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മളെടുത്തുനിന്ന് തെറ്റുകൾ വന്നത് അത് പൊറുക്കപ്പെടാൻ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഇപ്പൊ വേണം. അതെങ്ങനെ? മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ, എന്ത് നോക്കൂ, നമ്മൾ ഈ പരിശുദ്ധമായ റജബും ശഅബാനും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ. അപ്പൊ ഇനി റമളാന്റെ മുമ്പ് നമ്മൾ മരണപ്പെട്ടാൽ പോലും ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂലിണ്ടാവും. എല്ലാവരും മനസ്സിലായിക്കോളെ, നമ്മള് ആനുകൂല്യത്തിന്റെ കാലം വരികയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ എന്ത് പറഞ്ഞത്, റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാനു ഷഹ്രി, ശഅബാൻ എന്റെ മാസമാണ്. മുത്തുനബി പറയാണ്, റജബ് അല്ലാഹുവിന്റെതും ശഅബാൻ എന്റേതും, റമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. റമളാന്റെ ഉമ്മത്തിന്റെ മാസമാണ്. റമളാനിന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് പറയാൻ കാരണം എന്താ? നമ്മളിപ്പോഴല്ലോ ഒരു പെണ്ണ് പറയാണ്, ഇന്നിന്റെ പുതിയാപ്പിള ഗൾഫ് നേരാട്ടോ, എനിക്ക് തിരക്കടില്ല, മറ്റേ താത്ത. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ താത്തന്നെ മറ്റൊരു നിന്റെ ആങ്ങളെ ഗൾഫ് നേരാണ്, എനിക്കിപ്പോ നല്ല കാലം. എന്നാലും ആങ്ങളെ ചിലപ്പോ ഒരു ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, സോപ്പും കൂടി കൊടുത്തിട്ടുണ്ടാവില്ല, കൊടുത്തിട്ടുണ്ട്. എന്നാലും ആൾക്കാരെന്താ പറയാ, എനിക്കിരക്കടില്ല. എന്നാല് റമളാനിന്റെ ഉമ്മത്തിന്റെ മാസാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഉമ്മത്തിന് ശരിക്കും വാരിക്കൂട്ടാളൊരു അവസരമാണ്, സുവർണാവസരം, നല്ല സ്കോപ്പുള്ള ടൈമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മളെ എപ്പോൾ തുടങ്ങണം? റജബ് മുതൽ തുടങ്ങണം. അതാണ് റജബോട് കൂടെ തുടങ്ങി. അതാണ് റജബിൽ 70 ഇരട്ടിയായി.
അത് ഷാഴ്ബാനൊക്കെ വരുമ്പോൾ 700 പൂജ്യം കൂടി റമദാനിലാവുമ്പോൾ 1000 മിനിമമാണ്. പിന്നെ ചിലതിന് ഇരട്ടി കണക്കാക്കാൻ കഴിയാതെ പടച്ചോൻ തരും. ഏതായാലും അല്ലാഹു തആല നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല പരിശുദ്ധ റമദാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി നബഇൻ മുസ്തഖർ വസൗഫ തഅലമൂൻ. എല്ലാ വൃത്താന്തങ്ങളും അത് സാക്ഷാത്കൃതമാകുന്ന ഒരു ഘട്ടമുണ്ട്. വസൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയേ അറിയും. വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ആയത്തുകളിൽ പരിഹസിക്കുന്ന ഒരു കൂട്ടരെ അങ്ങ് കണ്ടാൽ ഫഅറിദ് അൻഹും, അവരെ അവഗണിച്ചോളൂ, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിക്കോളൂ. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി, മറ്റു അതല്ലാത്ത വിഷയത്തിൽ അവർ പ്രവേശിക്കുന്നത് വരെ. വഇമ്മാ യുൻസിയന്നക ശൈത്വാനു ഫലാ തഖുദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. ശൈത്താന് മറപ്പിച്ച് കളഞ്ഞാല് ഓർമ്മ വന്നതിന്റെ ശേഷം അവിടെ ഇരിക്കരുത്. ആ അക്രമകാരികളോടുകൂടെ ഇരിക്കാൻ പാടില്ല. വമാഅലല്ലദീന യത്തഖൂന മിൻ ഹിസാബിഹിം മിൻ ശൈ, അക്രമകാരികളായ ആളുകളുടെ അവരുടെ കണക്ക് പരിശോധിക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങളെ ബാധ്യതയല്ല. വലാകിൻ ദിക്റാ, എങ്കിലും ഉപദേശം കൊടുത്താൽ മതി, ഉത്ബോധനം നടത്തിയാൽ മതി. ലഅല്ലഹും യത്തഖൂൻ, അവർ മുത്തഖീങ്ങളായേക്കാം. വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ, പരിശുദ്ധ ദീനിനെ കളിയും വിനോദവുമാക്കുന്ന ഒരു വിഭാഗത്തെ അവരെ നിങ്ങൾ വിട്ടോളൂ. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹികമായ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു. വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത്, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം അവർക്ക് ശിക്ഷ വരാതിരിക്കാൻ അവരെ ഖുർആൻ കൊണ്ട് ഉപദേശിച്ചോളൂ. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ശഫീഅ്, ഒരാൾക്കും അല്ലാഹനെ കൂടാതെ ഒരു വലിയ ഒരു രക്ഷാകർത്താവ് അതുപോലെ ഒരു ശുപാർശകൻ അവിടെ ഉണ്ടാവുകയില്ല. വഇൻ തഅദിൽ കുല്ല അദ്ലില്ലാ യൂഖദ് മിൻഹാ, സർവം ദണ്ഡമായി നൽകിയാലും അത് സ്വീകരിക്കപ്പെടുകയില്ല. ഉലൈകല്ലദീന ഉബ്സിലൂ ബിമാ കസബൂ, അവർ ചെയ്ത തെറ്റുകൾ കാരണം അവർ ശിക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ്. ലഹും ശറാബും മിൻ ഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളം അവർക്ക് പാനീയമായുണ്ട്. വഅദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയും വെറുതല്ല. ബിമാ കാനൂ യക്ഫുറൂൻ, അവർ സത്യനിഷേധികളായി എന്ന കാരണത്താൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി നബഇൻ മുസ്തഖർ വസൗഫ തഅലമൂൻ. وإذا رأيت الذين يخوضون في آياتنا فأعرض عنهم حتى يخوضوا في حديث غيره وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون وذر الذين اتخذوا دينهم لعبا ولهوا وغرتهم الحياة الدنيا وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون
സദഖല്ലാഹുൽ അലിയ്യുൽ അലീം.